എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ആദ്യമായി വേദിയിലേക്ക് ഡോക്ടർ കെ എസ് ഡേവിഡ്, ശ്രീനിനാഥ് പട്ടത്, ശ്രീമാൻ ആനന്ദ്, ടി ടി രാമകൃഷ്ണൻ, എ ആർ പ്രവീൺ രാജ്, ആർ കെ കാനം, ഡോക്ടർ എംസൺ എന്നിവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ ശ്രീ ആനന്ദ്, ബഹുമാനപ്പെട്ട എം പി ശ്രീ സി എൻ ജയദേവൻ, ബഹുമാനപ്പെട്ട നോവലിസ്റ്റ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ, ഡോക്ടർ കെ എസ് ഡേവിഡ്, യുക്തിവിചാരൻ ജോസ്, ആർ കെ കാനം, ബഹുമാനരായ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിരുന്നു ശ്രീ നാരായണ ഗുരു. അദ്ദേഹം അവസാന കാലത്ത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുക്കുകയും ആ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും അന്ന് ആക്കം കൊടുത്തത് ജാതി സങ്കല്പത്തിന് അതീതമായി മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരു മനോഭാവത്തിലേക്കായിരുന്നു നാരായണ ഗുരു 1916 ശേഷം മാറ്റം ചെയ്യപ്പെടുന്നത്. അത് അന്ന് കേരളത്തിൽ പ്രധാനമായും വലിയൊരു വിപ്ലവമായിരുന്നു. അത് കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളായി വന്നിട്ടുള്ളവർക്ക് എല്ലാവരെയും ശക്തമായി അത് പ്രചോദിപ്പിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ശ്രീ എം സി ജോസഫിൻ്റെയും രംഗപ്രവേശനവും പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നാരായണ ഗുരു ജാതി സങ്കല്പത്തിന് അതീതമായി മാനവികതയ്ക്ക് ഊന്നൽ നൽകിയെങ്കിൽ എം സി ജോസഫ് ചെയ്തത് മനുഷ്യരുടെ ഇടയിൽ അവരെ ബാധിച്ചിരിക്കുന്ന മതബോധങ്ങൾക്ക് തുരങ്കം വയ്ക്കത്തക്ക രീതിയിൽ യുക്തിചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും ആക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തിരികൊളുത്തുകയായിരുന്നു എം സി ചെയ്തത്. അതുകൊണ്ട് എം സിയുടെ സമരം ശക്തമായ മതത്തിനെതിരായിട്ടായിരുന്നു. നാരായണ ഗുരു ജാതിക്കെതിരായിട്ടാണ് സമരം ശക്തിപ്പെടുത്തിയെങ്കിൽ എം സി ജോസഫ് മതത്തിനെതിരായ ശക്തമായ സമരത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു മാസിക തന്നെ ആരംഭിച്ചു. ആ മാസിക നീണ്ട 51 വർഷക്കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു പ്രസിദ്ധീകരണം വേറെ ആരും നടത്തിയിട്ടില്ല. 53 വർഷക്കാലം ഒരു ലക്കം പോലും മുടങ്ങാതെ നടത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ അദ്ദേഹം കൊളുത്തിവിട്ട ആശയത്തിൻ്റെ അഗ്നി കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളെ ശക്തമായി സ്വാധീനിച്ചു. അവർ നിരന്തരം അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും അവരുടെ ഉള്ളിൽ കത്തിവന്ന അഗ്നിക്ക് ആക്കം പകരുന്നതിന് സഹായകരമാവുകയും ചെയ്തു. ഏറ്റവും അതിന് ശ്രദ്ധേയമായി ഭവിച്ചത് നമ്മുടെ ഏറ്റവും ആദരണീയനായ അന്തരിച്ച ശ്രീ EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് തൻ്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ എം സി ജോസഫ് നടത്തിയ യുക്തിവാദി മാസിക വായിച്ചാണ് ഭൗതികവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും ആയത് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ അനുഭവം തന്നെയാണ് കേരളത്തിലെ അനവധി നമ്മുടെ നവോത്ഥാന ശില്പികളിൽ പെടുന്ന പലർക്കും അത് പ്രചോദകമായി ഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പിന്തുടർച്ച വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ യുക്തിവാദ സംഘം. 1925 ആലുവ അദ്വൈതാശ്രമ പാഠശാലയിൽ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി കേരള യുക്തിവാദി സഭ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എം സിയും അദ്ദേഹത്തിൻ്റെ അന്നത്തെ സഹപാഠികളായിരുന്ന സഹോദരൻ അയ്യപ്പനും സി വി കുഞ്ഞിരാമനും രാമവർമ്മ തമ്പാനും ഒക്കെ ചേർന്ന് രൂപം കൊടുത്തത്. ആ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ യുക്തിവാദ സംഘമായി ഇപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് മാതാപിതാക്കളെ പോലും പ്രായം ചെന്നു കഴിഞ്ഞാൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് മടങ്ങിപ്പോകുന്ന മക്കളുടെ കാലമാണ്. ഇവിടെ ഞങ്ങളുടെ മുൻഗാമിയും വഴികാട്ടിയും കാരണവരും കുലഗുരുവായ എം സിയെ മറക്കുന്നില്ല. അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആണ്ടുതോറും
ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങൾ സ്ഥാപിച്ചതും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഈ അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചിന്ത മനസ്സിൽ വഹിക്കുന്നവർക്ക് മാത്രമാണ് നൽകുന്നത്. പ്രധാനമായും ആദ്യം ഈ അവാർഡ് സ്വീകരിച്ചത് കേരളത്തിലെ ഇന്ന് കത്തി നിൽക്കുന്ന ഭൗതികവാദ ചാർവാക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കവിയായ യുവകവി കൂടിയായ കുര്യപ്പൻ ശ്രീകുമാറാണ്. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ പ്രമുഖ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ കാരണവരായിരുന്ന ശ്രീ പവനൻ, അതിനുശേഷം മലയാളത്തിലെ മറ്റൊരു ഭൗതിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നമ്മുടെ വൈശാഖൻ, അതിനുശേഷം നമ്മുടെ സക്കറിയ, കഴിഞ്ഞ വർഷം സക്കറിയായിരുന്നു ഈ അവാർഡ് സ്വീകരിച്ചത്. ഈ വർഷം അത് എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ശ്രീ ആനന്ദാണ് ഇത് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. MC കൊളുത്തിയ ഈ ആശയം ഇന്ന് അതേ രീതിയിൽ ശിരസിൽ വഹിക്കുന്ന ഒരു മഹനീയ വ്യക്തി കൂടിയാണ് കേരളത്തിലെ ആദരണീയനായ, മലയാളികളുടെ ആദരണീയനായ, വളരെ മതങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമര മനോഭാവം വെച്ച് പുലർത്തുന്ന സ്വതന്ത്ര ചിന്താവാഹകനായ ശ്രീ ആനന്ദ്. അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തിച്ചേർന്നു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾ ഏവരുടെയും പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് എഴുത്തുകാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. എഴുത്തുകാരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. നിരന്തരം നമ്മുടെ എഴുത്തുകാർ വേട്ടയാടപ്പെടുകയാണ്. അടുത്ത കാലം വരെ മതം നിന്ന കുറ്റം ചുമത്തിയാണ് എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നെങ്കിൽ ആ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തോക്കുകൊണ്ട് തന്നെ എഴുത്തുകാരനെ വെടിയുണ്ട നെഞ്ചിലേക്ക് തറപ്പിച്ചുകൊണ്ട് കൊല്ലുന്നൊരു പരമ്പര ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നാളെ അങ്ങനെ കൊല്ലാൻ നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ നമ്മുടെ തൃശ്ശൂരിൽ സ്വീകരണം കൈപ്പറ്റാൻ എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ അവാർഡുകൾ നമ്മുടെ എഴുത്തുകാർ, ഇന്ത്യയിലെ ബോധമുള്ള എഴുത്തുകാർ ശക്തമായി വലിച്ചു തിരിച്ചറിയുകയാണ് ഭരണകൂടത്തിന് നേരെ. ഈ സാഹചര്യത്തിൽ ഈ MC ജോസഫിൻ്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കാൻ എത്തിയ ആനന്ദിനെ ഹാർദപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ബഹുമാന്യനായ MP കൃത്യസമയത്ത് തന്നെ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വളരെയധികം തിരക്കുകളുള്ള ദിവസമാണ്. അടുത്ത യോഗത്തിന് 11 മണിക്ക് പങ്കെടുക്കാനിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചിരുന്നത് ശരിയല്ല. ജയദേന്ദ്ര MP-യെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നീണ്ട 4-5 വർഷക്കാലം നിയമസഭാ സാമാജികനായും ഇപ്പോൾ MP-ആയും ജനങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണലുണ്ണിയായും പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ അവാർഡ് ദാനം ചെയ്യാൻ വേണ്ടി എത്തിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മലയാളത്തിലെ മറ്റൊരു പ്രശസ്തനായ നോവലിസ്റ്റാണ് ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 നോവലുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ബെസ്റ്റ് സെല്ലറായി മാറുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പ്രധാനപ്പെട്ട 2 അവാർഡുകളും അദ്ദേഹത്തിന് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേർന്ന സന്തോഷമുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ K.S. ഡേവിഡ് കേരളത്തിലെ സീനിയറായ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം യുക്തിവാദിയാണ്, ശക്തനായ വാഗ്മിയാണ്. അദ്ദേഹം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MC ജോസഫ് ജീവിച്ചിരുന്ന കാലത്ത് തൃശ്ശൂർ കേന്ദ്രമാക്കി അനവധി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ശ്രീ A.B. ജോസ്. അദ്ദേഹം MC നീണ്ട 51 വർഷക്കാലം യുക്തിവാദി എന്നൊരു മാസിക നടത്തിയെങ്കിൽ നീണ്ട 35ഓളം വർഷക്കാലം യുക്തിവിചാരം എന്ന് പറയുന്ന മറ്റൊരു യുക്തിവാദ മാസിക നടത്തിയ മഹനീയ വ്യക്തിയാണ് ശ്രീ A.B. ജോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനം യുക്തിവിചാരം ജോസ് എന്ന് അറിയപ്പെട്ടു. അദ്ദേഹത്തിന് MC-യുമായി ബന്ധപ്പെട്ട അനവധി ഓർമ്മകൾ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഓർക്കും എന്ന് കരുതുന്നു. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തെ വെറുതെ അനുസ്മരിച്ച് കൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ എത്തിച്ചേർന്നതിൽ
വാർദ്ധക്യം 85 കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വെളുപ്പാൻ രാവിലെ പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തോട് വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുക്തിവാദ സംഘത്തിലെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ പ്രവർത്തനം നടത്തുകയും കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് താമസം മാറ്റം ചെയ്യുകയും തുടർന്ന് അവിടെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും അവിടുത്തെ യുക്തിവാദ സംഘ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫേസ്ബുക്കിൽ സജീവമായി RK കാനം എന്ന പരിണാമത്തിൽ നിരന്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ RK കാനം നേപ്പാൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് തൊടുപുഴ പത്മനാഭൻ കർണാടകത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ MC-യുടെ പൗത്രൻ ശ്രീ എംസൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. യുക്തിവാദ സംഘത്തിൻ്റെ മുൻ കാരണവരായ ശ്രീ ഉമ്മൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. RS പ്രവീൺ രാജ് സയൻറ്റിസ്റ്റ് യോഗത്തിൽ സംസാരിക്കാനുള്ളതാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ഡോക്ടർ KS ഡേവിഡിനെ വേദിയിലേക്ക് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വളരെ കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു എന്നുള്ള ഒരു ഗൃഹാതുരത്വം മാത്രമല്ല, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എൻ്റെ ചിന്തകളെ സ്വാധീനിച്ച 2 പ്രമുഖ വ്യക്തികളുണ്ട്. അതിലൊരാള് മൂക്കഞ്ചേരി കുടുംബത്തെ പത്രോസ് മാർ ഒസ്താത്യോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ കസിൻ, അടുത്ത ബന്ധുവായ MC ജോസഫാണ് രണ്ടാമത്തെ ആൾ. ഇവർ രണ്ടുപേരുമായിട്ടുള്ള നിരന്തര സമ്പർക്കവും ആശയവിനിമയവും അവസാനം എന്നെ MC ജോസഫിന്റെ വഴി തിരഞ്ഞെടുക്കാനാണ് പ്രേരിപ്പിച്ചത്. അങ്ങനെ എടുത്തൊരു തീരുമാനം കൂടുതൽ കൂടുതൽ ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ കാണിക്കുന്നത്. ഒരു തരം രാഷ്ട്രീയ ഫ്യൂഡലിസത്തിന് വേണ്ടി നടപ്പാക്കുന്ന സാംസ്കാരിക ഫാസിസം ഗ്രാമാന്തരങ്ങളിലോട്ട് വ്യാപിപ്പിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നൊക്കെ ജീവിക്കുന്നത്. നേരത്തെ ശ്രീനി സൂചിപ്പിക്കുകയുണ്ടായി, ഡബേൾക്കർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ചിന്തകനെ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അതിരാവിലെ സ്വന്തം ഭാര്യയുമായി നടക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു ചരിത്രം, അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ കൽബർഗിയെ അതേ അവസ്ഥയിൽ തന്നെ കൊന്നു വഴിയിൽ തള്ളി. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം സ്വതന്ത്രമായി ചിന്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും അതിനോട് ജനങ്ങളെ ആകർഷിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഈ യുക്തിവാദ പ്രസ്ഥാനം വളർന്നു വരുന്നു, പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ, ഈ രാജ്യത്തെ ചുരുക്കം ആളുകളാണെങ്കിൽ പോലും യുക്തിവാദികളുടെ പ്രസക്തിയും അവരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൂടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അവസ്ഥയിൽ ശക്തിയായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന വ്യക്തികൾ വളരെ വിരളമാണ്. അതിൽ ഒരാളാണ് നമ്മുടെ നോവലിസ്റ്റ് ശ്രീ ആനന്ദ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയപ്പോൾ ഈ അവാർഡിന് വേണ്ടി ഞങ്ങൾക്ക് ഒരൊറ്റ പേര് മാത്രമേ ചർച്ച ചെയ്യാനുണ്ടായുള്ളൂ. കാരണം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള, സത്യമായി തുറന്നു പറയാൻ അത് കഴിയുള്ള ഒരു സാഹിത്യകാരൻ, അത്തരം സാഹിത്യകാരന്മാർ കേരളത്തിൽ വിരളമായിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ യുക്തിപൂർവം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തൻ്റെ ആശയങ്ങൾ വ്യക്തമായി പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന, പ്രത്യേകിച്ചും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പ്രസംഗം കേരളത്തിൽ കോളിളക്കം ഉണ്ടാക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്തരം ഒരു മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണാനും സമൂഹത്തെ നോക്കിക്കാണാനും കഴിയുന്ന ആ ഒരു പേര് മാത്രമേ, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതുപോലെ തന്നെ രണ്ട് നോവലുകൾ കൊണ്ട് കേരളത്തിന്റെ സാഹിത്യ രംഗത്ത് കൂടുതൽ നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2 നോവലുകൾ കൊണ്ട് കേരളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ എൻ്റെ സുഹൃത്താണ് ടി ഡി രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ നോവൽ നിങ്ങൾക്കറിയാം. ഒന്ന് ഫ്രാൻസിസ് ഇട്ടിക്കോരെയാണ്. കേരളത്തിലെ 10ാമത്തെ പ്രതി ഒരു കൊല്ലത്തിനകത്ത് വീണ്ടും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മറ്റത് ആണ്ടവർ ദേവനായകി എന്ന് പറയുന്ന ആ പുസ്തകം. അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ കഥയാണ്. ഇത് രണ്ടും വളരെ വളരെ കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നോവലുകളാണ്. അദ്ദേഹം ഈ അവാർഡിനോടനുബന്ധിച്ചുള്ള പ്രശസ്തി പത്രം ദാനം കൊടുക്കാനായിട്ട് സമ്മാനിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും മഹാന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ധന്യമായ ഒരു സദസ്സാണിത്. കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. കാരണം MP ആണെങ്കിൽ നേരത്തെ പോകേണ്ട സമയമാണ്. അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി സന്മനസ്സോടു കൂടി പുരോഗമനപരമായ ആശയങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുക്കുന്ന അദ്ദേഹം സമ്മതിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ധാരാളം പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കാം. അതിനായി ശ്രീമാൻ ആനന്ദിനെയും MP ജയദേവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആയിരത്തി 1936 ഇരിങ്ങാലക്കുടയിൽ ജനനം. എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച് മിലിറ്ററി ഷോർട്ട് കമ്മീഷനിൽ 4 വർഷം സേവനം അനുഷ്ഠിച്ചു. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഡയറക്ടറായി വിരമിച്ചു. അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ ഡേവിഡ്, ഇവിടെ അവാർഡിന് അർഹനായി എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ആനന്ദ്, വേദിയിലുള്ള മറ്റൊരു നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ ടി ഡി രാമകൃഷ്ണൻ, മറ്റ് മഹത് വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രായം കൊണ്ട് ഞാനും ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിലും ഇക്കൂട്ടത്തിലിരിക്കുമ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഒത്തുകൂടുന്ന ഇത്തരമൊരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു യോഗത്തിൽ ഒരല്പം വാല് മുളച്ചതുകൊണ്ട്, ഞാനങ്ങനെയാണ് പറയാറ്, വാല് മുളയ്ക്കാണ് MP എന്നുള്ളൊരു വാല് മുളച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിതിൻ്റെ ഈ ഒരു സമ്മാന ദാനം അല്ലെങ്കിൽ അവാർഡ് ദായകനായിട്ട് ഇവിടെ വന്നു നിൽക്കുന്നത്. ആനന്ദ് സാറിൻ്റെ നോവലുകൾ വളരെ വളരെ താല്പര്യത്തോടു കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. ബോംബെ നഗരത്തിൽ ഒരു 3 വർഷക്കാലം ലോ കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ കണ്ടിരുന്ന വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുമ്പോഴൊക്കെ ഞാൻ ആനന്ദ് സാറിനെ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽ ആൾക്കൂട്ടം എന്നുള്ള നോവൽ ആദ്യമായി ട്രെയിൻ കയറാൻ ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ പ്ലാറ്റ്ഫോം നിറയെ ജനങ്ങളാണ്. ഈ വണ്ടി പോയിട്ട് അടുത്ത വണ്ടിയിൽ തിരക്ക് കുറഞ്ഞ് പോകാം എന്ന് കരുതി ഞാൻ മാറി നിന്നു. ആ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഒരൊറ്റയാൾ റെയിൽവേ സ്റ്റേഷനിൽ ബാക്കിയില്ല. പക്ഷെ അടുത്ത ട്രെയിൻ വരുന്ന 2 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞു കവിഞ്ഞ് വീണ്ടും വീർപ്പുമുട്ടുന്ന ഒരനുഭവം. അങ്ങനെ 3 വർഷക്കാലം ബോംബെയിൽ കഴിയുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എൻ്റെ നേരം പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുറച്ച് വായിക്കുക എന്നുള്ളതാണ്. ഞാൻ വലിയൊരു വായനക്കാരനാണ് എന്നൊന്നും അവകാശപ്പെടാനല്ല. പലപ്പോഴും ആ വായന കൊണ്ടുള്ള ഗുണമാണ് ഒരല്പം ശേഷിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ ഡേവിഡ് സാറ് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്താണ്. ജ്യേഷ്ഠനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഇവരംഗീകരിക്കില്ല സ്നേഹിതന്മാരൊന്നും. ഞാൻ യുക്തിവാദി ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറയുകയാണ്.
അപ്പോൾ എൻ്റെ വീട്ടുകാർ സാധാരണ പറയും അവന് പാപ്പനാണ് വെള്ളം തെളിച്ചത്, അതാണ് അവൻ എത്രയും ചുണ്ടി എന്ന്. അതായത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുട്ടിയെ ആരെങ്കിലും ഒരാൾ വെള്ളം തെളിക്കും അത്ര. അപ്പം എൻ്റെ വീട്ടിൽ കാര്യസ്ഥനായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു പാപ്പനുണ്ടായിരുന്നു, അച്ഛൻ്റെ അനുജനായിട്ട് വരും. അപ്പം അദ്ദേഹമാണ് അത്ര വെള്ളം തെളിച്ചത്, അതുകൊണ്ടാണ് ഈ ചേട്ടന് ഇത്ര ചുണ്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡേവിഡ് സാറൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല പരമസാധുവായിട്ടുള്ള ആ ചേട്ടൻ ചുണ്ടിക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ. വീട്ടുകാരുടെയൊക്കെ ധാരണ ഭയങ്കര ചുണ്ടിക്കാരനാണ് എന്നുള്ളതാണ്. ഡേവിഡ് സാറുമായി ഞാൻ അപൂർവം ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് സംസാരിക്കാറുണ്ട്. അത്യപൂർവമായിട്ടുള്ള മനസ്സിനെ അളക്കാനുള്ള കഴിവും അതിനെ തൂക്കി നോക്കിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ധാരാളമായിട്ട് കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇതെന്ന് ഉള്ളത് വളരെയേറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ടി ഡി രാമകൃഷ്ണൻ സാറിൻ്റെ നോവൽ ഞാൻ വായിച്ചു. ഞാൻ പല കുന്നംകുളത്തുകാരുമായിട്ട് തർക്കിച്ചു അതിൻ്റെ പേരിൽ. എനിക്ക് ധാരാളം സ്നേഹിതന്മാരുണ്ട് കുന്നംകുളത്ത്. അവരാരും സമ്മതിക്കുന്നില്ല അദ്ദേഹം പറയുന്ന പല ആചാരങ്ങളും കുന്നംകുളത്ത് ഉണ്ടെന്ന്. എനിക്ക് പെട്ടെന്ന് പേരുകൾ പറയാൻ പറ്റുന്നില്ല. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം കോരയ്ക്ക് സമർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ജോണി, അവനൊരാളൊരു റവല്യൂഷണറിയാണ്, പക്ഷേ അവന് ഇത് മാത്രം ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അയാൾ ഇതിൽ നടന്നു പോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. കുന്നംകുളം അങ്ങാടിയിൽ കൂടെ ഈ ടി ഡി രാമകൃഷ്ണൻ ഞങ്ങളായിട്ടാണ് പിന്നെയും അനുവദിക്കുന്നത്, ഇതൊക്കെ എഴുതി കൂട്ടിയിട്ടും ഒന്നും ചെയ്യാതെ വിടുന്നത് ഞങ്ങളായതുകൊണ്ടാണ് എന്ന് എന്നോട് പറയാറുണ്ട്. ഇല്ല, അവൻ കുഴപ്പക്കാരനല്ല, അങ്ങനെ വായില നാക്കുകൊണ്ട് വല്ലതും പറയും എന്നേ ഉള്ളൂ. അത്തരം ഒരു രംഗത്താണ് ഞാൻ ഗോവിന്ദ് പൻസാരിയെയും കുൽബർഗിയെയും മറ്റും ഓർക്കുന്നത്. സ്വന്തമായ അഭിപ്രായങ്ങൾ അത് നോവലിലൂടെയോ ലേഖനങ്ങളിലൂടെയോ അഭിപ്രായ പ്രകടനത്തിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ പുറത്തുവിട്ടു പോന്നിരുന്ന ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ ഇടയായിട്ടുള്ള വ്യക്തികൾ, ഒരാൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വരെയായിരുന്നു. ഗോവിന്ദ് പൻസാരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പാർട്ടിയുടെ കമ്മിറ്റികളിൽ CPIയുടെ നാഷണൽ കൗൺസിൽ മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഞാൻ കമ്മിറ്റി യോഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ സ്മിത പൻസാരെ ഇക്കഴിഞ്ഞ എൻ്റെ പാർട്ടിയുടെ 22ാം പാർട്ടി കോൺഗ്രസ്സിൽ എന്നോടൊപ്പം പ്രസീഡിയം സമ്മേളനത്തെ നിയന്ത്രിക്കുന്ന പ്രസീഡിയത്തിലെ അംഗമായിരുന്നു അവർ. പ്രത്യേകിച്ച് ഈ സമൂഹത്തെ ആകെ മാറ്റി തീർക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിൽ ഒന്നും അവർ എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ നിലനിന്നു പോരുന്ന പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി ശക്തമായി പറയാനും ദൃഢതയോടുകൂടി പറയാനും പറയുന്ന വാക്കുകൾ നല്ല മൂർച്ചയുള്ള വാക്കുകളായി പറയാനും ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബജ്റംഗ് ദൾ അല്ലെങ്കിൽ സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരെ കൊലയ്ക്ക് ഇരയാക്കാനായിട്ട് ഇടയാക്കിയത്. അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് MC ജോസഫിനെ സ്മരിക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ ഒത്തുചേരുന്നത്. MC ജോസഫിനെ ഈ പറഞ്ഞ പോലെ ഞാൻ കാണാനൊന്നും ഇടവന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ വാരികകളോ ഒക്കെ വായിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ളത് എൻ്റെ ഒരു ബന്ധു വിവാഹത്തിന് അവർക്ക് മാലയെടുത്ത് കൊടുത്തത് MC ജോസഫാണ് എന്ന് എന്നോട് കൂടെ പറയാറുണ്ട്. അതായത് ഇന്നത്തേക്കാൾ എനിക്ക് തോന്നുന്നു അന്ന് സേഫായിരുന്നുവെന്ന്. ശരിയായിരിക്കുമെന്നോ ഇവർ അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അന്ന് അത്തരമൊരു അഭിപ്രായ പ്രകടനങ്ങളോ വാരികയോ ഒക്കെ നടത്തിയാലും അത് കേൾക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താനും ചിന്തിക്കാനും തർക്കിക്കാനും എതിർക്കാനും ഒക്കെ ആളുകൾ തുനിയുമായിരുന്നെങ്കിലും ആ വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യണം എന്നാരും ചിന്തിക്കുമായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. വ്യത്യസ്തമായ ഞാൻ അന്നൻ പിള്ളയുടെ ഒരു നാടകം, പഴയൊരു നാടകം കണ്ടിട്ടുണ്ട്, ഈശ്വരൻ അറസ്റ്റിൽ. നിങ്ങൾ ചിലർ കണ്ടു കാണും എന്ന് ഞാൻ കരുതാണ്. ഇന്നാണിപ്പോൾ നാടകം അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് കയറാൻ കേരളത്തിലെ RSS പോലും ആ നാടകത്തിന് അവസരം നൽകില്ല. ആ കാലഘട്ടത്തിൽ അത് കാണാനും കേൾക്കാനും ഒക്കെ ആളുകൾ തയ്യാറായിരുന്നു. അതിൻ്റെ എതിർപ്പുകൾ വാക്കുകളിലൂടെ പറയാനാണ് തയ്യാറായിരുന്നത്. MC ജോസഫ് ആ കാലഘട്ടത്തിൽ അതിശക്തമായ അത്തരം ആശയങ്ങൾ പറയുമ്പോൾ അതിനെ പിന്തുടരാൻ ധാരാളം പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നതും ഞാൻ വിശ്വസിക്കുന്നതും.
ഇന്ന് യുക്തിചിന്ത അല്ലെങ്കിൽ യുക്തിവാദം അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പോലും നടത്താൻ ഞങ്ങളെപ്പോലുള്ളവർ പോലും വളരെ ഭയപ്പെടുന്നു. കാരണം പലർക്കും വോട്ടിൻ്റെ ഭയമാണ്. വോട്ട് ചാക്കുകെട്ടിലാക്കി അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ വെച്ചിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് മെത്രാനെ കാണാൻ പോകുമ്പോഴും സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ സുകുമാരൻ നായരെ കാണാൻ പോകുമ്പോഴും ഒക്കെ അവിടെയൊക്കെ വോട്ട് ചാക്കിലാക്കി കെട്ടിവെച്ചിരിക്കുന്നു, അത് കാറിൻ്റെ ഡിക്കിൽ കയറ്റാം എന്ന് ധരിച്ച് ഇപ്പം ഞങ്ങളൊക്കെ ഞാനും അവിടെ പോയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പാടില്ലല്ലോ. ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് പാർട്ടി ലീഡർഷിപ്പ്, എന്നോട് പറയുന്ന പാർട്ടി ലീഡർഷിപ്പ്, ആദ്യം കാണാൻ പറയുന്ന പാർട്ടി ലീഡർഷിപ്പ് സി കെ ചന്ദ്രപ്പനാണ്. സി കെ ചന്ദ്രപ്പനെ നിങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സി കെ ചന്ദ്രപ്പനോട് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ വെള്ളാപ്പള്ളിയെ കാണാൻ പോകാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നോ എനിക്കതിൻ്റെ ആവശ്യമില്ല. വയലാറിനുകാരനായ എനിക്ക് വെള്ളാപ്പള്ളി നടേശനെ പോയി കാണേണ്ട കാര്യമില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ ചന്ദ്രപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു, ആദ്യത്തെ 2009 സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ പോകുന്ന? സഖാവ് പോയില്ലല്ലോ. അല്ല പോയിക്കോ ചെയ്തവൻ, ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് പറഞ്ഞു. അല്ലപ്പോൾ ഞാനത് പച്ചയായിട്ട് പറയുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പച്ചയായിട്ട് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ SNDP ഭാരവാഹികൾ ഇരിക്കുന്നുണ്ട് ഒരു ഹാളിനകത്ത്. അപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇവരറിയുമോ? ഞാൻ പറഞ്ഞു ഒട്ടുമിക്കവാറും പേരെ ഞാൻ അറിയും, 1-2 പേരെ മാത്രമേ അറിയാത്തുള്ളൂ. ഇവരോട് ഞാൻ ചോദിച്ചു, തന്നെക്കുറിച്ച് നല്ല മതിപ്പാണ് അവർക്ക്. പക്ഷേ PC ചാക്കോ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. കാരണം ഡൽഹിയിൽ പോയി എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ചാക്കോ വേണം, എങ്കിലും ഇവർ തൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റു, നിങ്ങൾക്കറിയാം. ഞാൻ രണ്ടാമത്തെ വട്ടവും പോയി ഈ തിരഞ്ഞെടുപ്പിലും പോകേണ്ടി വന്നു. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. രണ്ടുപേരും എനിക്കൊരുപോലെയാണ്, ധനപാലനും ജയദേവനും എനിക്കൊരുപോലെയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേക്കണം എന്ന് പറഞ്ഞു വിട്ടു. ഞാനിത് സൂചിപ്പിച്ചത് എത്ര വ്യത്യാസമാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ വന്നത് എന്ന് കാണിക്കാനാണ്. എനിക്ക് മുൻപ് MP-മാരായിരുന്ന KK വാര്യരോ അല്ലെങ്കിൽ C ജനാർദ്ദനനോ KA രാജനോ CK ചന്ദ്രപ്പനോ ഒരിക്കലും ഇത്തരം ആരെയും കാണാൻ പോയിട്ടില്ല എന്നെനിക്കറിയാം. ഇപ്പോഴുള്ളവരെ പോകാൻ പ്രേരിപ്പിക്കുന്നു. ആ അവസ്ഥ വരെ നമ്മുടെ രാജ്യത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായിട്ടും യുക്തിചിന്ത അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോടുകൂടി അർത്ഥത്തോടുകൂടി തന്നെ പ്രചരിപ്പിക്കാനും അത് മനുഷ്യഹൃദയങ്ങളിലേക്ക് എത്തിക്കാനും MC ജോസഫിനെ പോലെയുള്ളവർ നമുക്ക് നൽകിയ ധൈര്യം അല്ലെങ്കിൽ ചങ്കൂറ്റം അത് വീണ്ടെടുക്കാൻ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ കൊടിമരം സ്വർണം പൂശുന്ന ഘട്ടത്തിൽ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പോയി ഭീകരമായി തല്ലുകൊണ്ട് പാർട്ടി ഓഫീസിൽ കയറി വരുന്ന പവനനെ ഞാൻ ആ ആഫീസിലിരുന്ന് കണ്ടിട്ടുണ്ട്. C അച്യുതമേനോനും അപ്പോൾ ആഫീസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആനപ്പാപ്പന്മാരാണ് പവനനെയൊക്കെ തല്ലിയത്. കാരണം ദേവസ്വത്തിൻ്റെ ചുറ്റുപട്ടാളമായ ആനപ്പാപ്പന്മാരാണ് പണ്ട് AKGയും കൃഷ്ണപിള്ളയും ക്ഷേത്രപ്രവേശനം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോൾ തല്ലാൻ ചെന്നത് അന്ന് സാമൂതിരി കോവിലകത്തെ തമ്പുരാൻ്റെ പോലീസായിട്ടുള്ള നായന്മാരായിരുന്നു. നായന്മാർ എന്ന് പറഞ്ഞൊരു സമുദായം എന്നുള്ള അർത്ഥത്തിലല്ല, അന്ന് നായന്മാരെ മാത്രമേ വിശ്വസ്തരായിട്ട് സാമൂതിരി തെരഞ്ഞെടുത്തിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പോലീസായിട്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴെല്ലാം വന്നത് ആനപ്പാപ്പന്മാരാണ്. ആ തല്ലുകൊണ്ട് പവനം വരുന്നൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ദേഷ്യപ്പെട്ട് എങ്കിൽ സങ്കടം കൊണ്ടല്ല പ്രതിഷേധം കൊണ്ട് പൊട്ടിക്കരഞ്ഞ അച്യുതമേനോന്റെ മുമ്പിൽ വന്ന് അച്യുതമേനോനോട് തട്ടിക്കയറുന്ന പവനനെയാണ് ഞാൻ കാണുന്നത്. എവിടെയാണ് എൻ്റെ പാർട്ടി എന്ന് ചോദിച്ചിട്ടാണ് പവനൻ ഓഫീസിൽ കയറി വന്നത്. അപ്പം അച്യുതമേനോൻ പറഞ്ഞോടോ താനീ പണിക്ക് പോകുമ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാറുന്നില്ലടോ എന്ന് ചോദിച്ചു അച്യുതമേനോൻ. അല്ല, താൻ 5-6 ആളെ കൂട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയി വിളിച്ച മുദ്രാവാക്യത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഒന്ന് പറയാമായിരുന്നില്ല ഞങ്ങളോട്, ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, ഈ കാലത്ത് തനിക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു, താൻ എന്തിനോടോ പോയി ഇങ്ങനെ തല്ലുകൊണ്ട് വന്നത് എന്ന് അച്യുതമേനോൻ ചോദിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഞാനപ്പോൾ ആഫീസിൽ ഒരു അന്തവാസിയായിട്ട് അവിടെ കഴിഞ്ഞിരുന്നു. സോറി, ഞാനിങ്ങനെ വികലമായി അവിടെ നിന്ന് ഈ മസാലയ്ക്ക് എന്താണ് നമ്മുടെ ഒരു കറിയില്ലേ പലതും കൂട്ടി ഉണ്ടാക്കുന്ന അവിയല് പോലെ വർത്തമാനം പറയുകയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ തയ്യാറായി വന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആനന്ദിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതിലേക്ക് ഞാൻ അധികം പോയില്ല, എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഇഷ്ടപ്പെടുന്നു.
നേരിൽ കാണുന്നത് ഇപ്പോഴാണ്, ആദ്യമായിട്ടാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പ്രായത്തിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഞാനൊരു കുട്ടിയാണ് എന്നെനിക്ക് തോന്നുന്നു. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ്, പ്രത്യേകിച്ച് MC ജോസഫിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനിവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ 11 മണിക്ക് കാട്ടൂർ, 12 മണിക്ക് തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് പരിപാടി ആയിട്ടുണ്ട്. അതുകൊണ്ട് അധികം പ്രത്യേകിച്ച് ആനന്ദ് സാറിൻ്റെ ഒരു പ്രസംഗം പോലും കേൾക്കാനിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണ പ്രഭാഷണത്തിനായി യുക്തിവിചാരം ജോസിനെ ക്ഷണിച്ചോളൂ. പ്രൗഢഗംഭീരമായ ഈ യുക്തിവാദ സദസ്സിന് എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ. MC ജോസഫിനെ പറ്റി ഉള്ള ഇതിൽ എന്നെ പങ്കെടുപ്പിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ ഇവരോട് നന്ദി പറയുന്നു. 1955 മുതൽ മരിക്കുന്ന 81 ഒക്ടോബർ 26 മരിക്കുന്നത്. അതുവരെ എനിക്ക് MC പറ്റി 3 മാസം കൂടുമ്പോൾ ഞാൻ കണ്ടുകൂട്ടിയിരുന്നു എന്നർത്ഥം. ഈ കാലത്തിനിടയ്ക്ക് അത്രമാത്രം ആദരണീയനായ ഒരു വ്യക്തിയാണ് MC. ഒരു പരിപൂർണ മനുഷ്യനാണ്. ഞാൻ കണ്ട വിവരം, ആദ്യം ഞാൻ പഠിച്ചത് ഈ ചേർപ്പില് ഒരു ഗ്രാമ ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10ാം ക്ലാസ് കഴിയുന്നവരൊന്നും ഈ ദൈവത്തെ പറ്റി ഇങ്ങനെ ഒരു ചിന്തയോ ദൈവം ഇല്ലാത്തവരുണ്ടെന്നുള്ളൊരു ബോധമോ ആരും ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തന്നെ സ്വയം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മുട്ടുത്തി പ്രാർത്ഥിക്കും. മുട്ടുമ്പോൾ ഇപ്പോഴും തയമ്പ് കാണും. ആ കാലത്ത് പ്രാർത്ഥിച്ചത് ജയിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ റിസൾട്ട് വരും മുമ്പ് ആണ് ഞാൻ ടൈഫോയിഡ് പനിയിൽപ്പെട്ടു. 3 മാസക്കാലം അത് കിടന്നു. 2-3 ദിവസം ഓർമ്മയില്ലാണ്ടൊക്കെ കിടന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മരുന്ന് അവസാനം ഈ ക്ലോറോമസിറ്റിന് എന്താ ഒരു പ്രത്യേക മരുന്ന് അതിനു വേണ്ടി കണ്ടുപിടിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ സൂക്കേട് വന്നു, എന്താ അതിൻ്റെ സംഗതി എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ പിന്നെ സ്വയം ഒരു ചെറിയൊരു യുക്തി ചിന്ത ഈ തലയുടെ ഉള്ളിലുണ്ട്. അത് ജന്മസിദ്ധമായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നണം. അത് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അത് എല്ലാവരിലും വരുത്താൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തിനെ എങ്ങനെ ചോദിക്കുന്ന ആ ഒരു സ്വഭാവം MC ജോസഫിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്, എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം MC-യുടെ ഒരു ചെറിയ കാര്യം കൂടി പറയാം. അങ്ങനെ ഒരു 7 മണി നേരത്തെ ഗോലി കഴിക്കത്ര, 6 മണി 7 മണി നേരത്തെ ഗോലി കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് സമയമെന്ന് പറഞ്ഞിട്ട് ശക്തിയായിട്ട് വിളിച്ച് പറയും. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ട് പറ്റില്ല ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. ഈ ദൈവം ഇത്ര തിരക്കായിട്ട് എന്താ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവം ഇപ്പം എവിടേക്കാണ് പോണേ, ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ ഈ കാര്യമൊക്കെ നടത്തിയത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി. അവസാനം പ്രപഞ്ചത്തിന് അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിച്ച്, പ്രപഞ്ചത്തിന് അറ്റുണ്ടോ, കോടാനുകോടി നക്ഷത്രം പോയാൽ അവസാനിക്കണി എവിടെ അവസാനിക്കും? ഇങ്ങനെയൊക്കെ ഒരു പിടിയില്ലാണ്ടായി അവസാനം. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ, ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ ജീവികളെ തിന്ന് വേണം. എന്ത് ക്രൂരമായ സമ്പ്രദായമാണ് അത്. ഒരു വീട്ടിൽ പറഞ്ഞതാണ്, ജീവസ്യ ജീവനെന്ന് നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. ജീവികളാൽ ജീവിക്കുന്നു. പിന്നെ MC വിശേഷപ്പെട്ട MC-യുടെ പുസ്തകത്തിൽ പറയുന്നത് ഈ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സസ്യങ്ങളൊക്കെ അവരുടെ സംസാരിക്കില്ല എന്നും വലിയ കാണുന്ന രൂപത്തിൽ ചലിക്കില്ല എന്നുള്ളൂ. അവറ്റയും മൃഗങ്ങളെ പോലെ തന്നെയാണെന്നാണ് MC പറയുന്നത്. അപ്പോൾ അവറ്റേക്കും ജീവനുണ്ടെന്നർത്ഥം സസ്യത്തിനും. അപ്പോൾ ഈ ജീവനെ തിന്നാണ്ട് യാതൊരു ജീവികൾക്കും ഭൂലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജീവിത സമ്പ്രദായം ഏർപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള ദൈവം കാരുണ്യവാനാ, ദയാപരനാ. എന്തൊരു അവതാരിയാണ് ദൈവത്തിൻ്റെ. ഇതിങ്ങനെ ആലോചിച്ചതിന് ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു സ്വാമി, അയാൾ ഹിന്ദി സാഹിത്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. അയാൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഈ ദൈവമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? കേൾക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാകണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന്.
അത് ആരാന്ന് ചോദിച്ചപ്പോൾ MC ജോസഫ് എന്ന് പറയും. ഓഹോ അങ്ങനൊരു മാസിയുണ്ട്. ആ അപ്പം തന്നെ എന്താ 6 നിസാറ് 5 രൂപ കൊല്ലത്തേക്ക് 5 രൂപ അയച്ചു കൊടുത്തു ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക്. അപ്പം മാസിയും വന്നു തുടങ്ങി യുക്തിവാദി വരുമ്പോൾ വന്ന വഴിക്ക് ഞാൻ വളരെ താല്പര്യത്തോടുകൂടി വായിക്കും മുമ്പ് തുടക്കം തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാതെ ഇന്നതാ എഴുതാൻ പോടുന്നുള്ളത്, അത്രയ്ക്ക് ഗ്രാഹ്യത. അങ്ങനെ 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം, ഞാൻ ഈ ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിലാണ് ഒരു സെയിൽസ്മാനായിട്ട്, അതും വിശ്വാസിയായിട്ടുള്ള ഒരു സാമിയിലെ പെട്രോൾ പമ്പിൽ വളരെ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെയാണ് പണി. പെട്രോൾ വെക്കലും കാശ് കണക്കാക്കി സാമി ഏൽപ്പിക്കലും ബാങ്കിലടച്ചാൽ മതി. അവിടെ ഒരു ദിവസം ഈ 55-ലാണ് ഒരു സൂട്ടൊക്കെ ഇട്ട് വളരെ സുന്ദരനായിട്ട് സായിപ്പിൻ്റെ മാതിരി മുഖമൊക്കെ സുന്ദരമായി വന്നിട്ട് ആൾ വന്നിട്ട് ജോസ് എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഏറ്റുന്നിട്ട് ജോസ് ഇതാ മാസിക. അപ്പം ഞാൻ ഈ ഒരു ലക്കം കിട്ടിയില്ല. അപ്പം അതിന് ഞാനൊരു കാർഡ് അയച്ചു. അന്ന് കാർഡിന് 6 പൈസന് വില. കാർഡ് അയച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് CMS സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് MC-ക്ക്. അപ്പോൾ CMS സ്കൂളിൻ്റെ നിയർ CMS സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വന്ന് എന്നെ അന്വേഷിച്ച് തരികയാണ് ഈ മാസിക. പോസ്റ്ററായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടാതെ വന്നാവും. ഞാൻ MC ആദ്യം തന്നെ ഞാൻ MC ജോസഫ്. ഞാൻ ഏറ്റവും അത് ശരി. എൻ്റെ ഭാവനയുള്ള MC ജോസഫ് എന്ന് പറയുന്നത് നിരീശ്വരനാണ്. കറുത്ത് വികൃതമായി ഒരു കൊമ്പ മീശയൊക്കെ വെച്ചിട്ട് നിരീശ്വരന്മാര് ചൂണവരല്ലല്ലോ, അല്ല അത്ര ഒരു ഭീകരനായിരിക്കുന്നുള്ള എൻ്റെ അതുവരെയുള്ള വിചാരം. കണ്ട വഴിക്ക് ഞാൻ ഞെട്ടി. അല്ല ഇവർ ഇത്ര യോഗ്യനായി ഇത്ര നല്ല മനുഷ്യരൊക്കെ സുന്ദരന്മാരൊക്കെ നിരീശ്വരന്മാരാവുമോ എന്നെനിക്ക് അന്ന് തോന്നി. നിഷ്കളങ്കമായ മനസ്സിലുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ വീട് അന്വേഷിച്ച് പിന്നെ 3-4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകും. ഇരിഞ്ഞാലക്കുട ഒഴിവോടൊപ്പം പോയി MC ആയിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ 99% അതിൽ കൂടുതൽ ശതമാനം അന്ധവിശ്വാസികളാണ്. അതിനെ എതിർക്കുന്ന ഒരു മനുഷ്യന് ശത്രുക്കളില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. MC-നെ എല്ലാവർക്കും ആദരവാണ്, ബഹുമാനാണ്. അച്ഛന്മാർക്ക് വരെ MC അത് തർക്കിക്കാനൊന്നും പോവില്ല MC-യോട്. പക്ഷേ വളരെ ആദരവാണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. അറിവെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അറിവാണ്. ഞാൻ പല സംശയം ചോദിക്കാറൊന്ന് ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ. അപ്പോൾ MC പറയുന്നത് ആ തെങ്ങ് നോക്കി, ആ തെങ്ങിൻ്റെ ലക്ഷ്യം എന്താ? അതുണ്ടാവുക, ധാരാളം നാളേറെ ഉണ്ടാവുക, പൊളിഞ്ഞു പോവുക. അതന്നെയാ മനുഷ്യൻ്റെ ലക്ഷ്യം. അത് ശരി, അത് വിട്ടൊന്നുമില്ല, ഒക്കെ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഓരോ സംഗതികൾ. ഇത്ര അറിവുള്ള ഒരു മനുഷ്യൻ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഞാൻ ഈ മിശ്രവാ സംഘത്തിൻ്റെ 1962 മുതൽ 75 വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് 70ഓളം മിശ്രവിഭാഗങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അധികവും പ്രേമവിഭാഗങ്ങളാണ്. അതിനൊക്കെ അവർക്കൊരു എന്താ സംഗതിച്ച വീട്ടിന് കുഴപ്പം വരും. വീട്ടിന് കുഴപ്പം വന്നിട്ടാണ് നമ്മുടെ വീട്ടിന് വരിക. വീട്ടിന് വന്ന് 2 പേരും കല്യാണം കഴിച്ചാരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വീട്ടിൽ തന്നെ താമസിപ്പിക്കും. അന്ന് അത് വേറെ കിടത്തോളൂ. പിറ്റേന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി അവരെ കല്യാണം ഈ കോൺട്രാക്ട് കല്യാണം കഴിക്കും. ഇപ്പം അത് നിർത്തിയെന്ന് തോന്നുന്നു. അന്ന് കോൺട്രാക്ട് അത് കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിന് വെച്ചിട്ട് ഇവർക്കൊരു സ്വീകരണം. ആ സ്വീകരണത്തിൽ MC TKC വടുതല TK നാരായണ മാഷ് ഇങ്ങനെ വീട്ടിന് വെച്ചിട്ടാണ്. 35 രൂപ വാടക വീടാണ്. അതിരിക്ക സംഘത്തിൻ്റെ സെക്രട്ടറിയുടെ വാസലി വെച്ചിട്ട് ഇന്ന ആൾക്കാർക്ക് സ്വീകരണം കൊടുത്തു എന്ന് MC അധ്യക്ഷനായിട്ട്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞാൽ ആ വാർത്ത പത്രത്തിൽ കൊടുക്കും. അത് എക്സ്പ്രസിലും മറ്റുള്ള പത്രത്തിലും അന്ന് മിശ്രവിഭാഗം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആ കാലത്ത്. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാർക്കൊക്കെ സമാധാനമായി. ഒരു സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് ഈ കൂടെ എടാട്ട് ഭാഗത്ത് പുഴയ്ക്ക ഭാഗത്ത് ഒരു വീട്ടിൽ പെൺകുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി ആയിട്ട് ചെന്നു അമ്മ. അവിടെ ചെന്നിരിക്കുമ്പോൾ എന്താ പെൺകുട്ടിയുടെ പേര്? സാവിത്രി. ഇതിലൊരു മിശ്രഭാഗത്തിൻ്റെ കണ്ടുവരോ എന്ന് പറഞ്ഞാൽ അവരെ എക്സ്പ്രസ് കാണിച്ചു കൊടുത്തവർക്ക് ഇന്നോടത്ത് ഇന്നാളും ഇന്നടുത്ത് സാവിത്രിയും
കല്യാണം കഴിച്ചു മിശ്രവാസ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ. അപ്പോഴാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇവരൊരു ദിവസം കഴിഞ്ഞിട്ട് കാണാണ്ട്. അപ്പോൾ ഇതല്ലേ വെച്ചു, അതന്നെയാണ്. അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല. അമ്മ പറയാ, അറിഞ്ഞിരിക്കുക കുട്ടികളൊക്കെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പോലീസുകാർ പറയുന്നുണ്ട് ഇതൊക്കെ മിശ്രവാസ സംഘത്തിൻ്റെ പേരിൽ നടത്തുന്നതാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 70ഓളം കല്യാണങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എം സിയെ പറ്റി എന്താ പറയുക, ഒരുപാട് എം സിയുടെ ആദർശങ്ങൾ നമ്മൾ കാര്യമായിട്ട് പ്രചരിപ്പിക്കേണ്ടതാണ്. ആണ് ഏറ്റവും വലിയ പ്രശ്നം. ആ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ് എന്ന് മാത്രമേ പറയൂ. എം സിയുടെ പുസ്തകം തന്നെ ഇപ്പോൾ ഒന്നും കാണാണ്ടോ, കിട്ടാണ്ടോ? ആ കാലത്ത് ആദ്യകാലത്തൊക്കെ ഞങ്ങൾ കുറേ പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു എം സിയുടെ. അതുപോലെ തന്നെ എം സിയുടെ വീട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്, നടക്കുമെന്ന് അറിഞ്ഞൂടെ. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ വോളിയുമായിട്ട് ഒരു 5, 8, 10 വോളിയായിട്ട് എം സിയുടെ കുറിപ്പുകളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചാൽ അത് കേശവവൈദ്യരുടെ ലൈബ്രറിയിലൊക്കെ കാണും. അതിന് എം സിയുടെ കുറിപ്പുകൾ, സമ്പൂർണ്ണ കുറിപ്പുകൾ, അത് വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 40 കൊല്ലം മുമ്പ് യുക്തിവാദി നമ്മൾ വായിക്കുമ്പോൾ 40 കൊല്ലം മുമ്പത്തെ മാതൃഭൂമി ആഴ്ചപ്പേപ്പ് വായിച്ച അതിൽ കുറച്ച് കഥയും എന്തെങ്കിലുമൊക്കെ കാണും, കാര്യമില്ല, ആനുകാലികമായ കാര്യങ്ങളായിരിക്കും അത്. ഇത് വായിക്കുമ്പോൾ ഇതിൽ പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മളെ ചുറ്റും കിടന്ന് തത്തിക്കളിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ 50 കൊല്ലം 60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ വളരെ ഭംഗിയായിട്ട് യുക്തിവാദിയില്ലേ എം സി എതിരെ എഴുതിയില്ല. അത് വായിക്കുമ്പോൾ എന്തൊരു കൗതുകമാണെന്നറിയും. അതുകൊണ്ട് വീട്ടുകാർ മുൻകൈ എടുത്തിട്ട് അതൊരു 5, 8 സമ്പൂർണ്ണ ഇത് കുറിപ്പുകൾ എം സിയുടെ പ്രസിദ്ധീകരിച്ച ഇന്ന തലമുറയ്ക്ക്. കാരണം ഇതിപ്പോൾ ഒരു 1000 കൊല്ലത്തേക്ക് ഈ അന്ധവിശ്വാസം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ആഴത്തിൽ ഇതിൻ്റെ സ്വഭാവം കാണുന്നത്. കാരണം 50 കൊല്ലമായി ഞാൻ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇത് കൂടുതൽ അന്ധവിശ്വാസം കൂടുതലുണ്ട്. അന്നൊക്കെ പിന്നെയും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും എഴുതാം. ഇപ്പോൾ ഈ ഇവരുടെ വാദമൊക്കെ കേൾക്കുമ്പോഴേ പേടിയാണ്. എനിക്ക് 2-3 ഈ ഭീഷണിക്കത്ത്, ഞാൻ 35 കൊല്ലം മാസിക നടത്തിയല്ലേ, ഒരു 3 ഭീഷണിക്കത്ത് 41 ദിവസത്തിനകത്ത് എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞില്ല. ആരും ഫ്രമില്ല. ഞാനെന്ത് ചെയ്യാണ്, അതിനെ കൊല്ലട്ടെ എന്ന് വിചാരിച്ച് നടന്നു. ആരും കൊന്നൊന്നുമില്ല. അല്ല, അങ്ങനെയാണ് ഈ വിശ്വാസം. ഇപ്പം കണ്ടു എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക. ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് തലയും തലച്ചോറാണ്, വയറല്ല. ഈ വർഗസമര സിദ്ധാന്ത പ്രകാരമുള്ളതല്ല. വൈരുദ്ധ്യം, വർഗം, വയറ്, കയ്യും കാലും, ഇങ്ങനെയൊക്കെയാണ് ഒരു കൂട്ടർ രാഷ്ട്രീയക്കാർ പറഞ്ഞു നടക്കണേ. സത്യമായിട്ട് അതൊന്നല്ല തലച്ചോറാണ്. ഈ തലച്ചോറാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അതിനൊന്ന് പരിഷ്കരിക്കാൻ അതിനാണ് എം സി പ്രത്യേകമായും ശ്രമിച്ചിട്ടുള്ളത്. ആ എം സിയുടെ ഓർമ്മ കൊല്ലത്തിലൊരിക്കൊന്നും പുതുക്കാൻ പോരാ, ദിവസേന നമ്മൾ പുതുക്കിക്കൊണ്ട് എം സിയെ പോലെ ആയിത്തീരണം. ജീവിതം എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഞാനൊരിക്കലും ഇങ്ങനെ എൻ്റെ ഈ ജീവിതത്തിലത്തെ ഈ വിഷമമൊക്കെ വരുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, അടി ജോസേ നമ്മളെന്തിനാ വിഷമിക്കണേ? അതെന്താ, നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് എന്നല്ലോ ഇങ്ങനെയൊക്കെ ജനിച്ചത്. അത് ശരി. പിന്നെ കാരണന്മാരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ഇനി നമുക്ക് ജീവിച്ചേ പറ്റുമോ? അല്ലാണ്ട് പറ്റില്ലല്ലോ. നമ്മൾ വേണമെന്ന് വിചാരിച്ചല്ല ജനിച്ചത്. ഓരോ മതത്തിനും ഒന്നും മാതാപിതാക്കൾ അവരും വേണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പം നമ്മൾ നിരപരാധികളാണ്, നമ്മളിത് അനുഭവിക്കുക. അത് പറഞ്ഞതോടുകൂടി എനിക്ക് കുറേ സമാധാനമായിട്ട്. അതുവരെ ഞാൻ വല്ലാണ്ട് വിഷമിച്ച് നടക്കുകയായിരുന്നു ഇത് കേട്ടോട് കൂടിയിട്ട്. എന്ന് പറഞ്ഞ ഏത് ജോലി നന്നായി. ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞുതരാം. 50 കൊല്ലം എം സി നടത്തിയിട്ടുള്ള യുക്തിവാദികളുടെ സത്ത എന്ന് പറയാവുന്ന സൂക്തങ്ങൾ ഒരു 1000-ഓളം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ചെറിയാൻ സാറ് ഇപ്പോൾ ഓർമ്മയില്ലാണ്ട് ഇരിക്കുന്നു. അദ്ദേഹം തപ്പിപ്പിടിച്ചിരുന്ന് എഴുതിയുണ്ടാക്കി എന്നോട് ചോദിച്ചത്, ഞാൻ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ 1000 കോപ്പി ഇപ്പോഴും ഉണ്ടിട്ടത്. 1000-ഓളം സൂക്തങ്ങൾ. എന്ത് മനോഹരമായ സൂക്തങ്ങൾ. വാസ്തവത്തിൽ അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അതൊരു CD ആയിട്ട് നടക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചിരുന്നു. അതൊരു രക്ഷയില്ല. ഞാൻ 2-3 വായിക്കാം പ്ലീസ്. പാരമ്പര്യമായി നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ള അന്ധവിശ്വാസപരമായ ഒരു വാക്കാണ്
ദൈവം ചരിത്രത്തെ കൽപ്പിത കഥയായി ആരും കരുതുകയില്ല. നേരെ മറിച്ച് കൽപ്പിത കഥകളെപ്പോലും കറകടന്ന ചർച്ച വസ്തുതകളായി കണക്കാക്കാനുള്ള പ്രവണതയാണ് മനുഷ്യന് സഹജമായി ഉള്ളത്. ഡിം എന്ന് പറഞ്ഞിട്ടൊരു CD ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ് മുഴുവൻ അങ്ങോട്ട് കേൾപ്പിക്കുന്നത്, അങ്ങനെ 1000-ഓളം ഞാൻ ആദ്യം വായിക്കില്ല. അതൊരു 40 രൂപ വിലയുള്ളൂ. അതായത് 3-4 ഉണ്ട്. താല്പര്യമുള്ളവര് അത് തരാം. ആശയപ്രചരണം പോരാ, നമ്മൾ യുക്തിവാദികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാധിക്കും, അത് ചെയ്യണില്ല എന്ന് മാത്രം. എൻ്റെ ഈ അപേക്ഷ MC-യുടെ സമ്പൂർണ്ണ കുറിപ്പുകൾ കുറേ വാളയങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേറെ ആരും തയ്യാറാവണമെന്ന് തോന്നുന്നില്ല. വീട്ടുകാരനെ മുൻകൈ എടുത്ത് അതിന് ശ്രമിക്കണം. അത് നമ്മൾ തലമുറയ്ക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. TD രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും നമസ്കാരം. ജോസേട്ടൻ്റെ ഇത്ര രസകരമായ സംഭാഷണത്തിന് ശേഷം ഇനി എന്ത് പറയുന്നുള്ള വലിയൊരു ചോദ്യമാണ്. അത്ര രസകരമായിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തമാശയിൽ ചിരിയിൽ കൂടിയൊക്കെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ പറയാൻ കഴിഞ്ഞു എന്നതിൽ അത് കേൾക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ആദ്യം പറഞ്ഞ് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. യുക്തിവാദം ഇന്നത്തെ സമൂഹത്തിൽ വളരെ വിചിത്രമായ പല വെല്ലുവിളികളും നേരിടുന്ന ഒരു കാലമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് തൊട്ടടുത്ത രാജ്യം ശ്രീലങ്കയിൽ യുക്തിവാദവുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ഞാൻ വായിക്കാനിടയായി. കുറച്ചു കാലം മുമ്പാണ് എൻ്റെ പുതിയ പുസ്തകത്തിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ ഗാനം, ഇപ്പം നമ്മുടെ ജനഗണമന പോലെ അവരുടെ നമോ നമോ മാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. ആനന്ദ സമരക്കൂൺ എന്ന് പറയുന്ന കവിയും ഗായകനുമായിട്ടുള്ള സിംഹള എഴുത്തുകാരനാണ് ഈ നമോ നമോ മാത എഴുതിയത്. അത് അദ്ദേഹം എഴുതുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ടാഗോറിൻ്റെ ശിഷ്യനാണ്, ശാന്തിനികേതനിൽ ഉണ്ടായിരുന്ന ആളാണ്. ടാഗോറിനോട് അദ്ദേഹം എൻ്റെ രാജ്യത്തിനൊരു ദേശീയ ഗാനം അങ്ങ് എഴുതി തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ടാഗോർ ആനന്ദ സമരക്കൂണിനോട് പറഞ്ഞത്, നീയാണ് അതിന് എന്നേക്കാൾ യോഗ്യൻ, ഈ നിന്റെ സ്വന്തം സിംഹള ഭാഷയിൽ തന്നെ അത് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞനുസരിച്ചിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ രാജ്യം ഈ നമോ നമോ മാത അവരുടെ ദേശീയ ഗാനമായിട്ട് സ്വീകരിക്കും. പക്ഷേ അധികം താമസിക്കാതെ പലതരത്തിലുള്ള വയലൻസും ഈ രാജ്യത്തുണ്ടാവുക. ശ്രീലങ്കയുടെ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ച എല്ലാ കാലത്തും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള അവസ്ഥ രാജ്യത്തുണ്ടാകും. ആ സമയത്ത് ഈ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള പുരോഹിത വിഭാഗം, നമ്മൾ ബുദ്ധിസത്തിനെ കാണുന്നതിനൊക്കെ വളരെ വിചിത്രമായ രീതിയിലാണ് ബുദ്ധിസം ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കപ്പെടുന്നത്. വളരെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള രീതിയിൽ പറയുന്നത് ഈ ദേശീയ ഗാനമാണ് ശ്രീലങ്കയിലെ എല്ലാ വയലൻസിനും കാരണം. 50കളിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴല്ല. അതുകൊണ്ട് ഈ ദേശീയ ഗാനം തിരുത്തിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ വയലൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ഈ ബുദ്ധ സന്യാസിമാർ അവിടുത്തെ പ്രസിഡന്റിനോടും ബാക്കി ഭരണാധികാരികളോടും ഉപദേശിക്കുക. അവരത് അതേപടി തന്നെ സ്വീകരിക്കുന്നു. പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണ്. ഈ നമോ നമോ മാത ദേശീയ ഗാനമാക്കിയത് കൊണ്ടാണ് ശ്രീലങ്കയിൽ ഈ കലാപമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് തിരുത്തണമെന്നാലേ ഇത് ശരിയാകുള്ളൂ. അതിന് കാരണമായിട്ട് പറയുന്നത് ആദ്യത്തെ അക്ഷരം ഹ്രസ്വ അക്ഷരമാണ്. ന എന്ന ഹ്രസ്വ അക്ഷരം അശുഭ ലക്ഷണമുള്ള ഇതായതുകൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ ഭാവി അപകടത്തിലാവുന്നതാണ്. അപ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്തതിന് ശേഷം ആനന്ദ സമരക്കൂൺ എന്ന് പറയുന്ന ഈ എഴുത്തുകാരനോട് പറയുന്നു, ഇതൊന്ന് തിരുത്തണം, ഒരു ദീർഘാക്ഷരത്തിൽ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ശരിയാവുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു കാരണവശാലും ഞാൻ സമ്മതിച്ചു തരില്ല, ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ഇത് തിരുത്താൻ തയ്യാറല്ല, തിരുത്താൻ പറ്റില്ല. വീണ്ടും അവർ പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യുന്നത് 1500 രൂപ ഈ ആനന്ദ സമരക്കോണിന് അതിന് പ്രതിഫലമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1500 രൂപ അദ്ദേഹത്തിന് പ്രതിഫലമായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഴുതിയ ആൾക്ക് അതിൻ്റെ പുറത്ത് യാതൊരു അവകാശമില്ല, നമുക്ക് ഇഷ്ടം പോലെ തിരുത്താം എന്ന് പറഞ്ഞ് അവർ തിരുത്താൻ തീരുമാനിക്കുകയാണ്. അതനുസരിച്ച് ശ്രീ എന്ന ആദ്യം ചേർക്കും. ശ്രീലങ്ക മാതാ നമോ നമോ മാതാ എന്നാക്കുമ്പോൾ എല്ലാം പിന്നെ ശുഭമായിട്ട് തീരുമെന്ന് തീരുമാനിച്ച് അവർ ദേശീയ ഗാനം ഈ ആനന്ദ സമരക്കോൺ ഈ വിവരം അറിയുമ്പോൾ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും. അവരെൻ്റെ തല വെട്ടിമാറ്റി മറ്റൊന്ന് വെച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യും. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ വിഷമം തോന്നി. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാണെങ്കിൽ ഇങ്ങനെ ഹ്രസ്വാക്ഷരങ്ങളുടെ ഒരു നിരയാണ്, ഒന്നൊന്നുമല്ല, നമോ നമോ മാതാ എന്ന് പറയുന്ന പോലെ ഒരക്ഷരമൊന്നുമല്ല. പക്ഷേ ഇവരുടെ ഇങ്ങനെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള, നമ്മളെക്കാൾ ഒരുപാട് ഇന്ത്യയെക്കാൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. കേരളത്തിൻ്റെ ഒപ്പമാണ് പല കാര്യങ്ങൾ. അങ്ങനെയുള്ളൊരു രാജ്യം, അവിടുത്തെ ഒരു ഭരണകൂടം ഈ അന്ധവിശ്വാസത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിന് അടിമയായിക്കൊണ്ട് ഇത്തരം തിരുത്തലുകൾ നടത്തും. ശ്രീലങ്കയുടെ തുടർന്നുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് തിരുത്തിയത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഈ 50കൾക്ക് ശേഷം ഇപ്പോൾ 2009 വരെയുള്ള ശ്രീലങ്കയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ വയലൻസിൻ്റെ വളരെ ക്രൂരമായ ആവർത്തനങ്ങൾ ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കാണാം. അന്ധവിശ്വാസം നമ്മൾ കരുതുന്നതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭരണകൂടത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ തൊട്ട അയൽ രാജ്യത്ത് നടന്നൊരു കാര്യം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തും പല രൂപങ്ങളിലായിട്ട് സംഭവിക്കുന്നത്. ഭരണകൂടത്തിൽ പലതരത്തിൽ അതിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രീതിയിൽ, അത് പലപ്പോഴും ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ, വിയോജിപ്പുകളെ എല്ലാം ഉന്മൂലനം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യം എന്നുള്ള തലത്തിലേക്ക് ഫാസിസത്തിൻ്റെ സ്വഭാവങ്ങൾ മാറി നമ്മുടെ രാജ്യത്ത് വരുന്നതും നമ്മൾ കാണുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ആനന്ദിനെ പോലെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന, വളരെ കൃത്യമായ ചിന്തകളിലൂടെ, കൃത്യമായ ബോധ്യങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിനും ചിന്തിക്കുന്നവർക്കുമൊക്കെ വലിയ പ്രചോദനമായിട്ട് മാറുന്ന ഒരാൾക്ക് MC-യുടെ പേരിലുള്ള അവാർഡ് ഇവിടെ കൊടുക്കുന്നത് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നത്, ഇപ്പം അടുത്തിടയ്ക്ക് നിരവധി എഴുത്തുകാർ അവാർഡുകൾ തിരിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ആ വലിയൊരു അല തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ആനന്ദിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഏഷ്യാനെറ്റിൽ കാണുകയാണ്. ആനന്ദിൻ്റെ മാത്രമല്ല, അജണ്ട എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേരളത്തിൽ ഉൾപ്പെടെ വലിയ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും, അത് ലേഖനങ്ങളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നോവലുകളായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ വളരെ കൃത്യമായൊരു ബോധ്യം നിലനിർത്തുന്നു. അത് വെറും യുക്തിയുടെ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ചിന്തയുടെയും പൊതുവെ സമൂഹത്തിനെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനെ പ്രചോദിപ്പിക്കുകയും ഉണരാൻ തന്നെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും അർഹമായ കൈകളിൽ തന്നെയാണ് MC-യുടെ പേരിലുള്ള ഈ അവാർഡ് ഇന്ന് എത്തിച്ചേരുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. പ്രശസ്തിപത്രം വായന CBS മണി. പ്രിയമുള്ളവരെ, ആധുനിക കേരളത്തിൽ സഹോദരനയ്യപ്പനോടൊപ്പം യുക്തിവാദത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ വിശാലമായൊരു ലോകം തുറന്നുവിട്ട ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് MC ജോസഫ്. ഇതുവരെ ആർക്കും ലംഘിക്കാൻ കഴിയാതിരുന്ന, ഇനിയും ഒരുപക്ഷെ ആർക്കും ലംഘിക്കാൻ കഴിയാത്ത വിധത്തിൽ അരനൂറ്റാണ്ടുകാലം ഒരു യുക്തിവാദി മാസിക നടത്തിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത, അതിനി ആർക്കും ചിലപ്പോൾ ഒരിക്കലും പിന്തുടരുവാൻ സാധിക്കുകയില്ല. കൂലിക്ക് പരസ്യങ്ങൾ ചേർക്കുന്നതല്ല എന്ന തലവാചകത്തോടുകൂടി ആദ്യ പേജിൽ തന്നെ ആ പ്രഖ്യാപനവുമായാണ് MC യുക്തിവാദി മാസിക നടത്തിയത്. ആ
ബഹുമാന്യ സ്മരണയെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യമെന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിന് ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ആദരണീയനായ വ്യക്തി ആനന്ദ്, അദ്ദേഹത്തിനുള്ള പ്രശസ്തി പത്രം യുക്തിവാദി MC ജോസഫ് പുരസ്കാരം ആനന്ദിന് സമ്മാനിക്കുന്നു. MN റോയിയുടെ ചിന്തകളിൽ ആകൃഷ്ടനായി വളർന്നു വന്ന് 34-ാം വയസ്സിൽ ആൾക്കൂട്ടം എന്ന നോവലിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആനന്ദ്. അടിസ്ഥാനപരമായി അദ്ദേഹം ചിന്തകനാണ്. ചിന്തകൾ പ്രകടിപ്പിക്കുവാനുള്ള മാധ്യമമാണ് അദ്ദേഹത്തിന് സാഹിത്യം. തത്വജ്ഞാനപരമായ ചായ്വ് പ്രകടിപ്പിക്കുന്ന മാനവികതയാണ് ആനന്ദിൻ്റെ ദർശനം. നോവലിലും ചെറുകഥയിലും അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആ ദർശനമാണ്. തൻ്റെ ഭൗതിക ദർശനത്തിനനുസൃതമായ രീതിയിൽ സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും വിളക്കി ചേർക്കലാണ് രചനാരീതി. തുടർന്ന് അനുവാചകനെ ആ വിചാര ശൈലിയോട് ഇണക്കി ചേർക്കുന്നു. തൻ്റെ രചനകളിൽ അദ്ദേഹം ജാതി മതാധിഷ്ഠിതമായ സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങൾ വിമർശന വിധേയമാക്കുന്നു. ഭരണയന്ത്രത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന മനുഷ്യൻ്റെ ദയനീയത അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിഷയമാണ്. നിസ്സഹായനായ ദൈവത്തോട് സഹതാപം കാണിക്കുന്ന അദ്ദേഹം ദൈവത്തിങ്ങൾ അപഹരിക്കപ്പെടുന്ന അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു. സ്വതന്ത്ര ചിന്തകനും തത്വജ്ഞാനിയും ഹ്യൂമനിസ്റ്റുമായ ഈ സാഹിത്യകാരന് ആനന്ദിന് ഞങ്ങൾ 2014 യുക്തിവാദി MC ജോസഫ് പുരസ്കാരം സമ്മാനിക്കുന്നു. ഭാരതീയ യുക്തിവാദി സംഘം 2015 ഒക്ടോബർ 18 ജഡ്ജിംഗ് കമ്മിറ്റി പ്രൊഫസർ MK സാനു, പെരുമ്പടവം ശ്രീധരൻ, ഡോക്ടർ KS ഡേവിഡ്, ജോൺസൺ ഐരൂർ, സീനി പട്ടത്താനം. നന്ദി. അടുത്തതായി പുസ്തക പ്രകാശനം. ശ്രീനാഥ് പട്ടത്താനം എഴുതി 21 കഥകളുടെ സമാഹാരം ശ്രീ ആനന്ദ് TT രാമകൃഷ്ണൻ കൊടുത്തു പ്രകാശനം ചെയ്യുന്നു. അടുത്തതായി ആദരിക്കൽ ചടങ്ങിനായി തൊടുപുഴ പത്മനാഭനെ ക്ഷണിക്കുന്നു. അടുത്ത മാതൃക അവാർഡ് ശ്രീ ആനന്ദിൽ നിന്ന് JC വർഗീസ് സ്വീകരിക്കുന്നു. RK കാനം നേപ്പാളിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിപ്പോൾ. ഞാൻ ഇടുക്കി ജില്ലയിൽ 80-ൽ തുടക്കത്തിൽ 10ൽ പഠിക്കുന്ന സമയത്താണ് യുക്തിചിന്ത എന്നെ ആകർഷിച്ചത്. അന്നിങ്ങനെ വീട്ടിൽ വളർന്നു വന്ന ആചാരങ്ങളും ദൈവവിശ്വാസം, മതം, ജാതി ഇതെല്ലാം ഞാൻ വിമർശിക്കാൻ തുടങ്ങുന്ന പ്രായം. എന്നാൽ പുസ്തകമൊന്നും വായിച്ചുള്ള അറിവൊന്നുമില്ല. അതിനുശേഷം A.T. കോവൂരിൻ്റെ ഇടമറിവ് വിവർത്തനം ചെയ്ത കൃതികളിൽ പരിചയപ്പെടുകയും ഇടമറിവുമായിട്ട് ബന്ധപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് എൻ്റെ സുഹൃത്ത് ശ്രീനി പട്ടത്താനം, അവരിലൂടെയൊക്കെയാണ് ഞാൻ MC-യെ പരിചയപ്പെടാൻ ഇടയായത്. ഇന്ന് അതിനുശേഷം ആ വ്യക്തിയെക്കുറിച്ച് ധാരാളം കേൾക്കുകയും അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് സ്ഥാന ചടങ്ങിൽ പങ്കെടുക്കാൻ 10-25 കൊല്ലമായിട്ട് നേപ്പാളിൽ താമസിക്കുന്ന ഞാൻ ഇവിടെ എത്താൻ കഴിഞ്ഞത് അതിലേറ്റവും കൂടുതൽ സന്തോഷം. അതിലുപരിയായിട്ട് ഞാൻ ശ്രീ ആനന്ദിനെ കുറിച്ച് അറിയുന്നത്
മലയാള സാഹിത്യമായിട്ടൊക്കെ 10-25 കൊല്ലമായിട്ട് വളരെ ബന്ധമില്ലെന്ന് തന്നെ പറയാം. ഇന്ത്യൻ എത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ചില പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ നിരന്തരമായിട്ട് ഡൽഹിയിൽ ഇടമറുവിൻ്റെ വീട്ടിൽ പോകുമ്പോഴല്ല അവിടെ കഴിയുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകമൊക്കെ വായിക്കുകയും ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ അവിടെ ഞങ്ങൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുമായിട്ട് ഞാൻ കുറച്ച് കൃതികളുമായിട്ട് പരിചയപ്പെടാനും അന്നു മുതലേ ഈ മഹാനായ വ്യക്തിയെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്നത് സാധിച്ചത് തന്നെ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ അല്ലെങ്കിൽ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാനിത് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എന്നെയും കൂടെ പങ്കെടുപ്പിച്ചതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. നന്ദി. ശ്രീ കല്ലിയ പ്രസന്നാജ് വൈകിയാണ് എത്തിയത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനെ പൊന്നാടയാർത്തി ആദരിക്കുന്നതിനായി ശ്രീ ആനന്ദിനെ ക്ഷണിക്കുന്നു. ദീർഘകാലം കേരളത്തിൽ നടത്തി വന്നിരുന്ന യുക്തിവാദ മാസിക രണരേഖയുടെ പത്രാധിപരാണ്. യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മിശ്ര വിഭാഗത്തിനാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ താമസിക്കുന്നു. അടുത്തതായി മാതൃകാ പ്രവർത്തകനുള്ള ശ്രീ കണ്ണൻ ശിവരാമൻ പെട്ടെന്ന് അസുഖബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം ശ്രീ കൃഷ്ണൻ കാനായി ശ്രീ ആരിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അടുത്തതായി CSIRലെ സീരിയസ് സയൻറ്റിസ്റ്റായ ഡോക്ടർ RS പ്രവീൺ രാജ് സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. എല്ലാവരും ശ്രീ ആനന്ദിൻ്റെ മറുപടി പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്ന അവസരത്തിൽ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ 1-2 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ ഉദ്ദേശിക്കുന്നു. ഏറ്റവും ആദ്യമായിട്ട് ഇവരിൽ ഇത്രയും പേരിൽ ഒരു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരിക്കും എന്ന് കരുതിയിരിക്കുന്നത്. ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ശ്രീ പട്ടത്താന സാറിനും സംഘടനയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു മീറ്റിംഗ് ഇത്രയും പ്രസക്തമാകുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ശ്രീ MC ജോസഫിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മതവിശ്വാസത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാചകം നമ്മൾ ഓർക്കണം. സ്ത്രീ പുരുഷ ബീജസങ്കലനമില്ലാതെ ഒരു ദൈവത്തിനോ പിശാചിനോ ഒരിക്കലും വേറൊരു ജീവിയെ സൃഷ്ടിക്കാനാവില്ല എന്ന് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞു എന്ന് ഓർക്കണം. പക്ഷെ ഇന്ന് ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറയാൻ ധൈര്യപ്പെടാത്തൊരു സമൂഹം നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. എന്തുകൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ പ്രസക്തമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാതിരുന്നത് പോലെ വർഗീയത ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ഇത്രയധികം വർഗീയത അത് ഒരു മാത്രമല്ല ചെറിയ പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് വർഗീയത. അത് വളരെ വ്യക്തമാണ്. ഇപ്പം മനഃശാസ്ത്രപരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സൈക്കോളജിക്കലി എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു കൃഷ്ണ ഒരു മനുഷ്യനായിരുന്നു. യെസ്, ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്തു. യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം സൈക്കോളജിക്കലി പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ മനുഷ്യ മനസ്സിൽ ചേഞ്ചുകൾ ഉണ്ടാക്കും? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, യുക്തിവാദിയാണോ, യുക്തി അന്വേഷകനാണോ, അതോ യുക്തി ചിന്തകനാണോ? ഈ ചോദ്യം വളരെ റെലവൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രതികരിക്കാൻ വേദികളുണ്ട്, പക്ഷേ ഇതൊന്നും ജനമനസ്സുകളിൽ എത്തുന്നില്ല. ഒരുപക്ഷെ ആനന്ദ് സാറിനെ പോലുള്ളവർ പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുന്നുണ്ടാവാം. അതിനേക്കാൾ ഭീകരമായൊരവസ്ഥ മതത്തിനെയും സാമ്പത്തികമായിട്ടുള്ള ലൂറിങ്ങിനെയും ഒന്നിച്ചു ചേർക്കും. അത് ആനന്ദ് സാർ പക്ഷേ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് വളരെയധികം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മതവിശ്വാസവും പിന്നെ സംഘടനവൽക്കരിക്കും. ഈ കാലഘട്ടങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ വിസിബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഞങ്ങളെപ്പോൾ ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുവെന്ന് വരില്ല. ഒരുപക്ഷെ എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നു ഒരുപക്ഷെ വെറുതെ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്നതുകൊണ്ടായിരിക്കാം. വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മരണ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട്. ഞാൻ സാറിന് പറയുണ്ടായി, എൻ്റെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ബ്യൂറോക്രസി കുറച്ച് കൈക്കൂലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ബ്യൂറോക്രസിക്ക് എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ സന്ദേശമായിരിക്കാം. അതുകൊണ്ട് MC ജോസഫിനെ ഓർക്കുന്ന ഈ വേളയിൽ, ശ്രീ ആനന്ദിനെ ആദരിക്കുന്ന ഈ വേളയിൽ പുതുതലമുറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു അവസരം
നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതുതലമുറ എന്തുകൊണ്ടോ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ഒരുപക്ഷെ എൻ്റെയൊക്കെ ഒരു കൗമാരപ്രായത്തിൽ ഒരു സമൂഹത്തിൽ പ്രധാനമായിട്ടൊരു സമ്മേളനം നടക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് ആവേശം കൊണ്ടിരുന്നു. ഇന്ന് ഇതുപോലൊരു പ്രസംഗം എവിടെയും പോയി കഴിഞ്ഞാൽ കല്ലിനോടും മരത്തിനോടും സംസാരിക്കുന്ന പ്രതീതിയാണ്. സോ ഈ ഒരു യുവജനതയെ വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ സാമ്പത്തിക അധിനിവേശം എന്ന റിയാലിറ്റി, രാഷ്ട്രീയ അധിനിവേശം ഇവിടെ സംഭവിച്ചിരുന്നു. രാഷ്ട്രീയ അധിനിവേശം സംഭവിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും അത് വിസിബിളായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു രാഷ്ട്രീയ അധിനിവേശം. പക്ഷെ സാമ്പത്തിക അധിനിവേശം വന്ന് കഴുത്തിൽ പിടിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ബിക്കോസ് നമ്മൾ ഓരോരുത്തരെയും അത് കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ അതിനെ ലൂർ ചെയ്യും. എല്ലാം പൈസ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പതുക്കെ പതുക്കെ അടിമകളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ യുക്തിചിന്ത കൊണ്ട് മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. യുക്തിചിന്ത എങ്ങനെ എന്നൊരു ചോദ്യമാണ്. പെട്ടെന്ന് കുറേ ആശയങ്ങൾ ഈ ബൈബിൾ പറഞ്ഞതുപോലെ കുറേ ആശയങ്ങൾ വീണ്ടും അടിച്ചേൽപ്പിച്ചാൽ സത്യമാവുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ എന്നുള്ള ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ആനന്ദ് സാറിനെയും കൂടെ പുരസ്കാരം നൽകി ആദരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം ഞാൻ സാറിനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാവുന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും ആനന്ദ് സാറിനും മറ്റുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അത് കൂടുതൽ പേർ കേൾക്കുന്നുണ്ടാവാം. അതുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധിക്കാൻ അങ്ങ് തയ്യാറാണ്. അതിന് വ്യക്തി ഒരു കാരണമുണ്ട്. ഒരു കാലത്ത് എഴുത്തുകാർ കൂടുതൽ വായിക്കപ്പെട്ടിരുന്നു. ഇന്ന് എഴുത്തുകാർ അത്രയധികം വായിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. എല്ലാവരും സ്നിപ്പറ്റ്സിലൂടെയും ടാബ്ലോയിഡ് ബോർഡുകളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൊടുക്കുന്ന സംസാരങ്ങളായിരിക്കാം നാളെ പുതിയ തലമുറയെ ചിന്തിപ്പിച്ചു എന്ന് വരിക. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി MC-യുടെ പൗത്രൻ അഡ്വക്കേറ്റ് എംസൻ. ബഹുമാന്യരെ, ഈ കാര്യപരിപാടി ഇല്ലാത്തൊരു ഐറ്റമാണ് എൻ്റെ ഈ വാക്കുകൾ. ആദ്യത്തെ ഈ അവാർഡ് സമർപ്പണം ഇരിഞ്ഞാലക്കുട വെച്ചാണ് നടന്നത്. കുരിപ്പുഴ ശ്രീകുമാറിന് കൊടുക്കുന്ന അവസരം വന്നപ്പോൾ ഇത്തവണ ഇതുപോലെ തന്നെ ശ്രീനി പറഞ്ഞ മറ്റേ എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് നടന്ന ട്രിവാൻഡ്രത്ത് നടന്ന സമ്മേളനത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണ പറഞ്ഞപ്പോൾ തന്നെ ആനന്ദ് സാറിൻ്റെ വീട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വരാനാണ് കൂടുതൽ സൗകര്യം. തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ഈ ദിവസങ്ങളിൽ പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എൻ്റെ സഹോദരനും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ച് ഇവിടെ ഒരുക്കി. വളരെ ചെറിയ ഒരു ക്രൗഡാണെങ്കിലും ഇത്രയും നല്ലൊരു സദസ്സ് ഇവിടെ വന്നതിൽ ഞങ്ങളുടെ MC-യുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതെന്നെ ഓർഗനൈസ് ചെയ്ത ഇതിൻ്റെ സംഘാടകരെല്ലാവരോടും ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനത്തെ അവസരങ്ങളും MC ഓർക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും സഹകരിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കർണാടക യുക്തിവാദ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ തൊടുപുഴ പത്മനാഭൻ. എല്ലാ VIP-കൾക്കും എൻ്റെ വിപ്ലവാഭിമാനം. ഞാൻ സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. 18-ാമത്തെ വയസ്സിൽ ജാതി മത ചിന്തകളും ദൈവവിശ്വാസങ്ങളും അവസാനിപ്പിച്ചു. എൻ്റെ കുടുംബത്തിൽ തന്നെ മിശ്രവിവാഹങ്ങൾ നടത്തിച്ചു. ഇരുവർഗ ഹരിജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം ഏതാണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിലും മന്ദീഭവിച്ചു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രീതി ഒന്ന് തന്നെയാണ്. എല്ലാവരെയും വർഗീയ പ്രീണിപ്പിക്കുകയും വർഗീയ കക്ഷികളുടെയും മത നേതാക്കളുടെയും പുറകെ വോട്ടിനു വേണ്ടി നടക്കുകയും ചെയ്യുന്ന ജാതി മത രാഷ്ട്രീയം ഇന്ന് നിലവിൽ നിൽക്കുകയാണ്. എല്ലാ പാർട്ടികളും പല പേരുകളാണെങ്കിലും. അങ്ങനെ ഞാൻ പാർലമെൻറ്റിലേക്ക് 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ മത്സരിച്ച ആദ്യത്തെ മലയാളിയാണ്. തോറ്റുപോയി. കാരണം പൈസ വേണം, കള്ളു വേണം, എല്ലാവർക്കും പ്രവർത്തനത്തിനൊന്ന് വൈകുന്നേരം കാശ് കൊടുക്കണം. അങ്ങനെ ഇച്ചിരി കാശും പോയി, കാറും പോയി. എന്നാലും കുറേ ആശയങ്ങൾ പറയാനും കുറേ ആളുകളുമായിട്ട് പരിചയപ്പെടാനും നമുക്ക് സാധിച്ചു. ഇപ്പോൾ പരിപൂർണമായിട്ട് യുക്തിവാദി പ്രവർത്തനം. ഒരു ദിവസം ഒരു 10 പേരോടെങ്കിലും, ഒരു 3 ഫാമിലിയിലോടെങ്കിലും ഒരു അരമണിക്കൂർ വീതം യുക്തിവാദം പറയും. പരിപൂർണമായിട്ട് ജാതി മത ദൈവവിശ്വാസം ഇല്ലാത്ത ചിന്തകളാണ്. ഇന്ന് പഴയ കാലത്തേക്കാൾ വളരെ കൂടുതലായിട്ട് വർഗീയത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്
പലരും വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അത് വെളിയിൽ ചുവന്നുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. ഞാൻ പറയും, ഈ വർഗീയത മലമൂത്രം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളറിയില്ല. അത് വെളിയിൽ ചുവന്നുകൊണ്ട് നടന്നാൽ അവരെ എന്താ പറയുന്നത്, വല്ലാതെ നാറും. അങ്ങനെയുള്ളവരെ എന്താ പറയുക, നാറികളെന്നാ പറയും, നാറുന്നതുകൊണ്ട്. അപ്പോൾ ഈ മലമൂത്ര വിസർജനം ചുമന്നുകൊണ്ട്, ഈ വർഗീയ വിഷം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അത് സമൂഹത്തിൽ വളരെയേറെ കുഴപ്പങ്ങളുണ്ടാക്കും. ഇന്ന് ഈ വർഗീയത വളർന്ന് സമൂഹത്തിൽ കലാപങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. ഞാൻ 14ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ നാടകം ബാംഗ്ലൂരിൽ ഒരേ തീയതിയിൽ 3 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഭ്രാന്താലയം. നമ്പൂതിരിയുടെ പൂണൂല് പൊട്ടിക്കുകയും ക്രിസ്ത്യാനിയെ ബന്ധിക്ക പൊട്ടിക്കുകയും മുസ്ലിമിൻ്റെ തൊപ്പിയിൽ പൊട്ടിച്ചെടുത്ത് കത്തിച്ച് കളയുന്ന അവസാനം ഒരു നാടകമാണത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണ്ടത് മനുഷ്യത്വം എന്ന സന്ദേശം ആ നാടകത്തിൽ, എൻ്റെ മിക്കവാറും നാടകത്തിൽ ഉണ്ട്. നാടകം അവസാനിക്കുന്നത് ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് വേണ്ടത് മനുഷ്യത്വം. ഈ മുദ്രാവാക്യം എൻ്റെ നാടകത്തിൽ ഉണ്ട്. അവതരണ ഗാനം തന്നെ നിരീശ്വരവാദ ഗാനത്തോടു കൂടിയാണ്. നാടകത്തിന് വേണ്ട ഗാനങ്ങൾ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്, സംവിധാനം ചെയ്യാറുണ്ട്, അഭിനയിക്കുകയും ചെയ്യും. അവസാനം ഞാൻ എഴുതിയ നാടകം ഏറ്റവും നല്ല നാടകമാണ് അരമന രഹസ്യം. അതെനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ശബരിമല അയ്യപ്പനെ കുറിച്ച് ഞാൻ 1 മാസം കൊണ്ട് നാടകം എഴുതുന്ന ആൾ. 2 വർഷം നാടകം എഴുതാൻ പഴയ ചരിത്രരേഖകൾ പരിശോധിച്ച് ശബരിമല പോയി, പന്തളം രാജാവിനെ കണ്ടു, മറ്റ് രേഖകളൊക്കെ നമ്മളൊന്ന് എഴുതുമ്പോൾ സത്യമായിരിക്കണം, പരിശോധിച്ചു. അങ്ങനെ എഴുതിയ നാടകമാണ്. ആ നാടകത്തിൽ ശബരിമല അയ്യപ്പന് ഞാനൊരു അച്ഛനെയും അമ്മയും ഉണ്ടാക്കി. അയ്യപ്പൻ സങ്കല്പം ശരിയാണെങ്കിലും ചരിത്ര ഉണ്ടായത് ശരിയാണെങ്കിൽ അയ്യപ്പനൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. ഇന്നത്തെ പെരിയസ്വാമി അവർ പറയുന്നത് അയ്യപ്പന് അച്ഛനും അമ്മയും ഇല്ല, ആണും കൂടെ മഹാവിഷ്ണുവും പരമശിവനും കൂടെ ചേർന്ന് ഉണ്ടായതാണെന്നാണ്. പരമശിവന ആണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു മോഹിനിയുടെ വേഷം കിട്ടിയെന്നവർ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികൾ ഫാൻസി ഡ്രസ്സ് കെട്ടണ പോലെ. മഹാവിഷ്ണു മോഹിനിയുടെ വേഷം ഫാൻസി ഡ്രസ്സ് ചെയ്ത് പരമശിവനുമായിട്ടുണ്ടായിരുന്ന ചിന്താശക്തിയുള്ള ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ അയ്യപ്പൻ ഉണ്ടായതാണെങ്കിൽ അയ്യപ്പനൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ ആ നാടകം RSSകാർ രഹസ്യത്തിൽ വന്ന് റിഹേഴ്സൽ കണ്ടു. നാടകത്തിൻ്റെ തലേ ദിവസം അവർ സ്റ്റേജിൽ കയറി ബഹളം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തി അന്ന് ആ നാടകം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പല ആളുകളും അന്വേഷിക്കുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നും അത് നടത്താൻ പറ്റാത്ത ഒരു നാടകമായിട്ട് ഇരിക്കുകയാണ്. അയ്യപ്പനെ കാട്ടിൽ കിടന്നാണ് കിട്ടിയത്. അപ്പോൾ കാട്ടിൽ അമ്മയുണ്ടാവും. അമ്മയെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷേ അയ്യപ്പനെ കിട്ടിയത് ആർക്കാ? പന്തളം രാജാവിന്. കാട്ടിക്കൂടെ എത്രയോ ആദിവാസികൾ നടക്കുന്നു, അവർക്കാർക്കും കിട്ടാതെ ഈ പന്തളം രാജാവിന് തന്നെ കിട്ടിയത് എന്തുകൊണ്ടാണ്? അന്വേഷണം പോയപ്പോൾ പന്തളം രാജാവിൻ്റെ യഥാർത്ഥ അച്ഛനും പന്തളം രാജാവാണെന്ന് കിട്ടി. അപ്പോൾ അമ്മയെ കണ്ടു, അമ്മയെ കിട്ടിയപ്പോൾ അച്ഛനെ കിട്ടി. അങ്ങനെ അയ്യപ്പന് ഞാനൊരു അച്ഛനെയും അമ്മയും ഉണ്ടാക്കി. സമത്വത്തിൻ്റെ ഏറ്റവും തലപ്പത്ത്, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലപ്പത്ത് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ട് ഈ ശബരിമലയിലെ മുഴുവൻ കഥാപാത്രങ്ങളും ചേർത്തിട്ട് നാടകം എഴുതി. അവസാനം RSSകാരുടെ എതിർപ്പിനെ കുറിച്ച് നടത്താൻ കഴിഞ്ഞില്ല. പന്തളം രാജാവ് പഴയ കാലത്ത് നായാട്ട് വിനോദം എന്ന് പറഞ്ഞ് പമ്പയിൽ വന്ന് താവളം അടിച്ച് ടെൻ്റടിച്ച് പരിപാടി താവളം നടിക്കും. പഴയ 5-6 മാസമൊക്കെ നായാട്ട് വിനോദം എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. അങ്ങനെയാണ് പമ്പ സദ്യ ഉണ്ടായത്. അവിടെ അടുത്ത മലയിൽ നിന്ന് ഇറങ്ങി വന്ന ഗിരിവർഗ സ്ത്രീ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഗർഭിണിയെ, അന്ന് ഫാമിലി പ്ലാനിങ്ങില്ല, മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും രാജാവിന് മക്കളില്ലാത്തത് കൊണ്ടും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതുവരെ പറഞ്ഞു, ഇന്ന സമയത്ത് അവിടെ വീണ്ടും വരും നായാട്ട് വിനോദത്തിന്, നീ പ്രസവിച്ച് അവിടെ കാട്ടിലെ മരത്തിൻ്റെ വീട്ടിൽ ഇട്ടാൽ ഞാൻ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. കാരണം മക്കളില്ലാത്തതുകൊണ്ട് രാജാവിന് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാൽ അന്നത്തെ പ്രജകൾ രാജാവിനെ പ്രശ്നമാക്കും, രാജ്യത്ത് ബഹളം ഉണ്ടാകും, ഗിരിവർഗ സ്ത്രീയുടെ അവിഹിതബന്ധം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് എടുത്തുകൊണ്ട് പോയെന്ന് സിമ്പതിയാണ്. ആ സിമ്പതിയുടെ പേരിൽ എടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ രാജ്യം എതിർത്തു.
കൊട്ടാരത്തിൽ നിന്ന് ഗുരുകുല വിദ്യാഭ്യാസത്തിന് വിട്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിനുമായി ഗുരുവിൻ്റെ മകളുമായിട്ട് ലോഹ്യമായി, അതാണ് മാളികപ്പുറം. മാളികപ്പുറം നിന്ന് മാളികയുടെ മുകളിൽ അയ്യപ്പൻ താഴെ ഇരുന്നുകൊണ്ട് മാളികയുടെ മുകളിൽ കയറ്റിയിരുത്തി മാളികപ്പുറത്തെ സംരക്ഷിക്കുക ചെയ്ത്. അയ്യപ്പൻ്റെ ഗേൾഫ്രണ്ടായിരുന്നു മാളികപ്പുറം, ഇന്നുണ്ട്. എന്നിട്ട് അയ്യപ്പനെ വഞ്ചിച്ചിരുത്തിരിക്കുക. ഇങ്ങനെയുള്ള കഥ അവസാനം അത് നടത്താൻ പറ്റിയില്ല. ഞാൻ എഴുതിയതിൽ ഏറ്റവും വലിയ നാടകമാണ്. കാരണം ഒരു വർഷത്തോളം എടുത്ത എഴുതുന്നത്. അങ്ങനെയുള്ള നാടകങ്ങളുണ്ട്. അതുപോലെ വൈദികനും കന്യാസ്ത്രീയും പങ്കെടുത്ത നാടകമുണ്ട്. പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുഖമെന്ന് പറയുന്നത് രതിസുഖമാണ്. അത് അനുഭവിക്കാൻ ഞങ്ങളെപ്പോലെ സഭയിൽ കുറേ പേർക്ക് വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അഭയ കേസ്, മറിയക്കുട്ടി കൊലക്കേസ് തുടങ്ങിയ കേസ് കഴിക്കുന്നുണ്ടാകുന്നതുകൊണ്ട് അവരെ കല്യാണം കഴിക്കാൻ അനുവദിക്കണമെന്ന് ഉള്ള സന്ദേശത്തോടുകൂടിയുള്ള നാടകങ്ങളുണ്ട്. അനവധി നാടകങ്ങൾ, 14ഓളം നാടകങ്ങൾ. യുക്തിവാദി പ്രധാനമാണ്. അങ്ങനെ നാടകങ്ങൾ നടത്താൻ പറ്റാത്തതും നടത്തിയതും അവാർഡ് കിട്ടിയതൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ദൈവവിശ്വാസം ആവശ്യമില്ലെന്ന് തറപ്പിച്ച ജനങ്ങളോട് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നയാൾ. ദൈവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ്. ഒരു നുണ നിങ്ങളെക്കുറിച്ച് ഒരു 100 വീട്ടിൽ പറയുക, അടുത്തുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 ഇല്ലാത്ത നുണ, പച്ച നുണ പറഞ്ഞാൽ ആ നുണയിൽ 50 പേര്, 100 വീട്ടുകാരോട് പറഞ്ഞാൽ 50 പേര് അത് വിശ്വസിക്കും. 50 പേരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും. ഓക്കെ, ക്ഷമിക്കണം. ഒരുപാട് ഈ 2 മിനിറ്റ് കൊണ്ടൊക്കെ പറയാൻ വലിയ പ്രശ്നം. 2 മണിക്കൂറെങ്കിലും എനിക്ക് വരാം. ഏതായാലും ഒരു മിനിറ്റ് കൂടെ, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയത്. ഈ നുണ വായ്മൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഒക്കെ നമ്മുടെ തലമുറകളായിട്ട് മനസ്സിൽ അടിച്ചേൽപ്പിച്ച് എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം ദൈവമാണെന്നും കഷ്ടത്തിൻ്റെ പിശാചാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മന്ത്രവാദികളും പൂജാരികളും ചേർന്ന് നമ്മളെ പങ്കുവെച്ച് അവരുടെ ഇരകളാക്കി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ആവശ്യവുമില്ല, ദൈവമില്ലാത്ത ഒരു സംഗതിയാണ്. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ഒരു ദൈവത്തെ വിചാരിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് കിടന്നവർ പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ തീറ്റി കൊണ്ടുപോകാണ്, ഓപ്പറേഷൻ അനുസരിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ പോക്കാണ്, അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ചിട്ട് പോകും. ഞങ്ങളുടെ വിശ്വാസപ്രകാരമല്ലേ, ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം രാമനും കൃഷ്ണനും ഏറ്റവും വലിയ ദൈവം. ഇത്തരം പോക്കരികൾ ആയിട്ടുള്ള ദൈവങ്ങളെ വിശ്വസിക്കുന്നതിൽ ഭേദം അത്തരം പോക്കരിത്തരം ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയല്ല, അച്ഛനെയും അമ്മയൊക്കെ വിചാരിച്ച് അവരാണ് ദൈവം. പുരാണത്തിലും പറയുന്നു മാതാപിതാ ഗുരു, മാതാവും പിതാവും ഗുരു. അപ്പോൾ അതുകൊണ്ട് അച്ഛനെയും അമ്മയാണ് ദൈവമായിട്ടും അവരെയാണ് തൊഴേണ്ടതും. ഗുരുവായൂരപ്പന് പായസം കൊടുത്തിട്ട് സ്വന്തം അപ്പന് കഞ്ഞി കൊടുക്കാത്ത മക്കളെ, അതുപോലെ സ്വന്തം അമ്മയ്ക്ക് ഉണ്ണാനും കൊടുക്കാനും കൊടുക്കാതെ വേടാങ്കണ്ണി മാതാവിൻ്റെ നേർച്ചയും കൊണ്ടുപോകുന്ന മക്കളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ശ്രീ ആനന്ദിൻ്റെ ജന്മസ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. MC ദീർഘകാലം ജീവിച്ച സ്ഥലവും ഇരിഞ്ഞാലക്കുടയാണ്. ഇതൊരു ചരിത്ര സംഭവത്തിൻ്റെ മുഹൂർത്തമാണ്. ആനന്ദ് മറുപടി പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇരിഞ്ഞാലക്കുട ഈ ചെറിയ പട്ടണം എൻ്റെ ആദ്യത്തെ Is it okay now? No, not yet. 15 വർഷം ഞാൻ ആദ്യത്തെ 15 വർഷം വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇവിടെ ചെലവഴിച്ചിരുന്നു. ഓർമ്മിച്ച് എടുക്കുമ്പോൾ 3 ലാൻഡ്മാർക്കുകളാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. ഒന്ന്, ഈ ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു പാത ഇരിങ്ങാലക്കുടയുടെ അമ്പലം തൊട്ട് കാണാവ് വരെ. ആദ്യത്തെ ലാൻഡ്മാർക്ക് ക്ഷേത്രം, കൂടൽമാണിക്യം ക്ഷേത്രം. പണ്ട് തന്നെ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിരുന്നു ഇത്. 2 രാജ്യങ്ങൾ, ഞാൻ എൻ്റെ ചെറുപ്പകാലം 2 രാജ്യങ്ങളായിരുന്നു, തിരുവിതാംകൂറും കൊച്ചിയും. 2 രാജാക്കന്മാർ തമ്മിൽ അതിൻ്റെ ഉടമസ്ഥതയുടെ മേലുള്ള തർക്കമുണ്ടായിരുന്നു. ഈ ക്ഷേത്രം പ്രധാനമായും ഉത്സവകാലത്താണ് ഞങ്ങൾ അവിടെ പോവാറ്. ആ ഉത്സവകാലത്ത് പോലും എല്ലാവർക്കും അവിടെ പ്രവേശനമില്ലായിരുന്നു. ഹിന്ദുക്കൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല. പണ്ട് ഹിന്ദുക്കളിൽ തന്നെ ദലിതർക്ക് പ്രവേശനമില്ലായിരുന്നു. ഒരു വലിയ സമരം, കുട്ടംകുളം സമരം എന്നാണ് അതിന് പറയുന്നത്. എൻ്റെ പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. എനിക്ക് അന്ന് 10 വയസ്സുണ്ട്.
അതിൽ കൂടെയാണ് ക്ഷേത്രപ്രവേശനം അവിടെ സംഭവ്യമായത്. അത് ഒരു ദിവസത്തെ സമരം ഉണ്ടായുള്ളൂ. പിറ്റേ ദിവസം കൊച്ചി രാജാവ് ക്ഷേത്ര പ്രവേശനം വിളംബരം ചെയ്തു. അന്നത്തെ രാജാക്കന്മാർ ഹൂവർ, ദേവഗൻ കൂടുതൽ റെസ്പോൺസീവ് ആയിരുന്നു ഇന്നത്തെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെക്കാൾ കൂടുതലായിട്ട്. എനിവേ, അതാണ്. പിന്നെ അവിടുന്ന് ഏറ്റവും പടിഞ്ഞാറുള്ള ലാൻഡ്മാർക്കാണ് ക്ഷേത്രം. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ സ്ഥാപനം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് വിജയ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ്, ഓർമ്മയുണ്ടോ? ഒരു ചെറിയ പ്രസിദ്ധീകരണശാല ആലിന് തൊട്ടപ്പുറത്ത് കുറച്ച് പോയിട്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ ആണ് നടത്തിയിരുന്നത്. ഈ ചെറിയ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി ആ കാലത്ത് വലിയ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടായി. തിരുവിതാംകൂർ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നു. കൊച്ചിയിലായിരുന്നു അതിന് അവർക്ക് പി ഭാസ്കരൻ്റെ വയലാർ ഗർജിക്കുന്നു എന്നുള്ള പുസ്തകം അവിടുന്നാണ് പബ്ലിഷ് ചെയ്തത്. ഇവിടെ വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പബ്ലിഷ് ചെയ്യാൻ. ഈ വിജയ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി അതേ ആ ഭാഗത്തൊന്നും ഒന്നുമല്ല. പിന്നെ കുറേയും കൂടിയും കിഴക്കോട്ട് പോകുമ്പോൾ, കിഴക്കോട്ടുള്ള യാത്രയാണ് ഈ പാത, കിഴക്കാണല്ലോ സൂര്യൻ ഉദിക്കുന്നത്. പിന്നെ വരുമ്പോഴാണ് ഞങ്ങൾ കാണാറുള്ളത് ഠാണാവിന് തൊട്ടു മുമ്പ് മൂക്കഞ്ചേരിൽ വീട് എന്ന അന്നും ഉണ്ടായിരുന്നു ഈ ബോർഡ്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് ഒരു വലിയ തുടക്കം ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. തുടക്കം തന്നെയാണ്. അതും യുക്തിവാദി മാസികയുടെയും MC ജോസഫിൻ്റെയും ആസ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ ഠാണാവായി. ഞങ്ങൾ ഈ യാത്ര ഈ 1 കിലോമീറ്റർ റോഡ് പോകുമ്പോൾ ഈ 3 ലാൻഡ്മാർക്ക് 1 by 1 എനിക്കിപ്പോൾ അത് വളരെ സിംബോളിക്കായിട്ട് തോന്നുന്നു. ആദ്യം നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ വിശ്വാസികളായിരുന്നു, സാധാരണ ദൈവവിശ്വാസികളായിരിക്കും, ക്ഷേത്രങ്ങളിൽ പോകും. ആ ഒരു സ്റ്റേജ് കടന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ സാധാരണ വിപ്ലവകാരികളാവും. വിപ്ലവത്തിൽ വിശ്വാസം വരും. സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതി മാറ്റിമറിക്കണം എന്നുള്ളത്. അതും കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ അതും മതങ്ങൾ പോലെ തന്നെ ഈ ഐഡിയോളജികളും നമ്മൾ പലപ്പോഴും പരാജയപ്പെടുത്താറുണ്ട്. അപ്പുറത്ത് പോകുമ്പോഴാണ് ഒരു വിശാലമായ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ക്ലിയർ തോട്ട്, ഇൻ്റലക്ട് ആണ് റൂൾ ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രസ് എൻ്റെ ഒരു സിംബോളിക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ യാത്ര. ഠാണാവ് വരെ ഞങ്ങൾ നടക്കുമ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ പല ആവശ്യത്തിലും പോകും അവിടെ റേഷൻ വാങ്ങാൻ. അന്ന് റേഷൻ കട ആ ഭാഗത്തായിരുന്നു. പോസ്റ്റ് ഓഫീസ് ഠാണാവിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അഞ്ചൽ ഓഫീസാണ്. പിന്നെ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ ഠാണാവിൽ ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് വേണം സ്കൂൾ ബുക്ക് വാങ്ങുക. അപ്പോൾ ഈ 1 കിലോമീറ്റർ ഒരുപാട് ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. അതിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഈ പ്രോഗ്രസ് ഫ്രം വിശ്വാസത്തിൽ നിന്ന് പിന്നെ വിപ്ലവ ചിന്ത, അതിൽ നിന്ന് യുക്തി ചിന്ത. ഇത് ശരിക്കും ഇത് സംഗതിയല്ല. ഞാൻ കുറച്ച് അധികം സമയമുണ്ടോ എന്നറിയില്ല. മതങ്ങൾ 2 സംഗതിയാണ് ഞാൻ പറഞ്ഞു. ഒന്ന് മതങ്ങൾ, പിന്നെ അതിനപ്പുറം ഐഡിയോളജികൾ. മതങ്ങൾ നമുക്ക് ആത്മീയമായ ആനന്ദവും ഭൗതികമായ സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നു എന്നാണ് അവയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ അനുഭവത്തിൽ അവ മനുഷ്യരെ വിഭജിക്കുകയും സ്പർദ്ധയും വൈരവും വെറുപ്പും പരത്തി ജീവിതം ദുസ്സഹമാക്കുകയുമാണ് ചെയ്യാറ് നമ്മളുടെ അനുഭവം. എന്നാൽ അത്ഭുതം ഇതിലൂടെയെല്ലാം
ചോരക്കളത്തിലൂടെ ചവിട്ടി കടന്നു പോയാലും ഈ വസ്തുത നമ്മെ വലം വെച്ച് കടന്നു പോകുന്നേ ഉള്ളൂ. എത്ര നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് സംഭവിക്കുന്ന ഈ വസ്തുത നമ്മൾ കണക്കിലെടുക്കാതെ പോകുന്നു. പിന്നെയും മതങ്ങൾ അതേ വിധത്തിൽ അവയുടെ ഗ്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വേറൊരു വശം കാണാൻ വയ്യാത്ത വിധം അവ നമ്മെ അത്രത്തോളം ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്നു, അടിമകളാക്കുന്നു. ഇങ്ങേയറ്റം രക്ഷകരായി നാം സങ്കല്പിച്ച ദൈവങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പലതിലും കാണാം. ദ്വാരപാലകൻ എന്ന ഒരു ക്ഷേത്രങ്ങളകത്ത് വിഗ്രഹം ഉണ്ടാവും, പുറത്ത് ദ്വാരപാലകന്മാരുണ്ടാവും. അതും ഇതുപോലെ കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങളാണ്. കല്ലിലുള്ള ദൈവത്തിന് കല്ലിലുള്ള പാറാവുകാരെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഈ പാറാവുകാരെല്ലാം പിന്നെ ശരിയായിട്ട് ആയുധങ്ങളേന്തിയ പടയാളികളായി മാറുന്ന അവസ്ഥയാണ് ഓരോ മതത്തിലും നമ്മൾ കാണുന്നത്. ദൈവങ്ങളെ കല്ലായി തന്നെ ഇരിക്കും, പക്ഷേ ദൈവങ്ങളെ രക്ഷകരായി നമ്മൾ സങ്കല്പിച്ച ദൈവങ്ങൾ അവരെ രക്ഷിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നു. അത് മുഴുവൻ അത് പൂർത്തീകരിക്കാനായിട്ട് വാളും ഇക്കാലത്ത് തോക്കും ബോംബും വരെ ഉപയോഗിക്കുന്നു. മറ്റ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുകയാണ് പ്രത്യയശാസ്ത്രങ്ങൾ ചെയ്യുക. എന്നാൽ അവയെല്ലാം ഓരോ വിപ്ലവം കഴിയുമ്പോഴും അതിനെ പിന്തുടരുന്നത് റെയിൻ ഓഫ് ടെററാണ്. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വിപ്ലവകാരികൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ വിപ്ലവം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, വിപ്ലവകാരികൾ പിന്നെ അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുഴുകിപ്പോകുന്നു. അവയെല്ലാം ഓരോ ഗില്ലറ്റിനുകളും ഫയറിംഗ് സ്ക്വാഡുകളിലേക്കും നമ്മെ കൊണ്ടുപോകുന്നു. അവശേഷിക്കുന്നവർ വിസ്മൃതികളെ വിസ്മൃതിക്കുള്ള മരുന്നുകൾ കുത്തിവെച്ചവരെ പോലെ മെഷീനുകളായി മാറുന്നു. വ്യത്യസ്തമെന്ന് തോന്നുന്നുവെങ്കിലും ഇവയ്ക്ക് രണ്ടിനും പൊതുവായ ചിലതുണ്ട്. അവ രണ്ടും ഭൂതത്തെ നിരാകരിക്കുകയും ഭാവിയെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അത് പൊതുവായി മതവിശ്വാസങ്ങൾക്കും ഐഡിയോളജി ബേസ്ഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനുമുള്ള പൊതുവായ ഒരു സ്വഭാവമാണ്. ഓരോ പ്രവാചകനും വിപ്ലവകാരിയെ പോലെ തന്നെ തങ്ങൾക്കോ തനിക്കോ മുമ്പുണ്ടായിരുന്നതിനെ നിഷേധിക്കുന്നു. ചരിത്രത്തെ, ചിന്തകളെ എല്ലാം ചരിത്രം തങ്ങളിൽ നിന്ന് തുടങ്ങുന്നു എന്ന്. അതുപോലെ തനിക്ക് ശേഷം വേറൊന്നില്ല, തങ്ങളാണ് അവസാനത്തെ വാക്ക്, തങ്ങളുടേതാണ് അവസാനത്തെ വാക്ക്. പുതിയ കാലഗണന തന്നെ തുടങ്ങുന്നു ഓരോന്നിലും നിന്നും. പണ്ട് രാജാക്കന്മാർ, ചക്രവർത്തിമാർ സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഒരു പുതിയ സംവത്സരം തുടങ്ങും. അതുപോലെ നമ്മൾ എക്സാമ്പിൾ, ഭൂതകാലത്തെ നശിപ്പിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസത്തിനും പൊതുവായുള്ള സംഗതിയാണ്. ഇത് ഇപ്പോൾ ബാമിയാൻ സ്റ്റാച്യൂസ് പല പീരങ്കി വെച്ച് തടുത്തു. നമ്മുടെ ബാബരി മസ്ജിദ് ഇവിടെ, ഇപ്പോൾ പൽമേറ, ഇത് എല്ലാ മതങ്ങളും പൊതുവായി എടുത്തിട്ടുള്ള ഭൂതകാലത്തിനെ നശിപ്പിക്കണം, തങ്ങൾ തൊട്ടേ ചരിത്രം തുടങ്ങുന്നുള്ളൂ, അതിനു മുമ്പുള്ള ചരിത്രമല്ല, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചരിത്രമല്ല എന്നത്. അതുപോലെ തന്നെ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ, എല്ലാവരും അന്ത്യപ്രവാചകരാണ് എല്ലാവരും. ഇത് നരവംശാസ്ത്രത്തിലെ ഒരു ആദ്യഘട്ടം മുതലേ ഉള്ള ഒരു പ്രതിഭാസമാണ് ബലി. ബലി തുടക്കത്തിലൊക്കെ നരബലിയായിരുന്നു. അത് പിന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സാധിക്കാതെ വരുമ്പോഴാണ് മൃഗബലിയായി മാറുന്നത്. നരബലി എന്ന് വെച്ചാൽ അത് തന്നെ ബലി സാധാരണ സ്വന്തം മക്കളെ ബലി കഴിക്കുകയാണ്. എല്ലാ 3 സെമിറ്റിക് മതങ്ങൾക്കും പൊതുവായുള്ള മിത്താണ് എബ്രഹാമിൻ്റെ.
ബലി ചെയ്യപ്പെടുന്നവർ പൊതുവെ മക്കളായിരിക്കും. എന്ന് വെച്ചാൽ മക്കൾ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വരും കാലത്തെ നെക്സ്റ്റ് ജനറേഷനെ. എബ്രഹാമിൻ്റെ മിത്ത്, അതായത് ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ബലി സാധാരണ ദൈവം ആവശ്യപ്പെടുന്നത്, വിശ്വാസിയോട് ആവശ്യപ്പെടുന്നത് സ്വന്തം മകനെ ബലി കഴിക്കാനാണ്. ഇത് അടുത്ത തലമുറയെ അവിടെ നിർത്തണം, ഇത് ഈ വർത്തമാനത്തിൽ ഉറയ്ക്കണം എന്നർത്ഥം. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന മക്കളിൽ നിന്ന് ഇസാക്കായാലും ഇസ്മയിലായാലും പിതാവ് ആവശ്യപ്പെടുന്നത് പൂർണ്ണമായ ലോയൽറ്റി, ഫിഡിലിറ്റി ആണ്. തങ്ങൾ പുതുതായി ഒന്നും ഉണ്ടാക്കുകയില്ല എന്ന് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുക. എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്കപ്പുറം പോകേണ്ടതില്ല എന്ന്. ഈ ഒരു ബലി സങ്കല്പത്തിൽ അന്തർഭൂതമായിട്ടുള്ള ഒരർത്ഥം ഇതാണ്. ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി യുക്തിവാദത്തിന് അല്ലെങ്കിൽ ഹ്യൂമനിസത്തിന് ഒരു പ്രസ്ഥാനത്തിൻ്റെ രൂപമോ പരിവേഷമോ ഇല്ല. മതങ്ങൾ പോലെ ഒരു സുരക്ഷിത വർത്തമാനമോ മൗഢ്യമോ അവ നൽകുന്നില്ല. പ്രത്യയശാസ്ത്രങ്ങൾ പോലെ ഒരു ഭാവിയിലേക്ക് കൊണ്ടുപോയി ഇതിനൊക്കെല്ലാം കാണിച്ചു തരാം, ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തരാം എന്നും അവ വാഗ്ദാനം ചെയ്യുന്നില്ല. പിന്നെന്താണ് ഈ ചിന്ത? നമുക്ക് ജൈവശാസ്ത്രപരമായി കിട്ടിയിട്ടുള്ള ഈ ഇൻ്റലക്റ്റ്, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇതിനെ ഉപയോഗിക്കുക. ഒരു രീതി മാത്രമാണ് യുക്തിവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അല്ലാതെ അതിനപ്പുറം പോകുന്ന ഒരു വാഗ്ദാനവും അതിലില്ല. സാമ്രാട്ടുകളും അവരുടെ യുദ്ധങ്ങളും പ്രവാചകരും അവരുടെ കൽപ്പനകളും കലഹങ്ങളും കലാപങ്ങളും രക്തപ്പുഴകളും നിറഞ്ഞ ചരിത്രത്തിൽ ഒരു ചെറിയ ധാര യുക്തിബോധം എന്നും നിലനിന്നിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങളായി നമ്മൾ ഒരു 10,000, 10,000, 15,000, 20,000 കൊല്ലത്തെ ചരിത്രമാണ് നമ്മുടെ സംസ്കാരത്തിനുള്ളത്. ഇതിൻ്റെ തുടക്കം മുതലേ പല സംസ്കാരങ്ങളും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലൂടെ ഒരു ചെറിയ ധാരയായി നിലനിന്നിട്ടുള്ളത് ഇതാണ്. ഏറ്റവും പ്രാചീനമായ സംസ്കാരങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള ഈ കലുഷമായ കഥയിൽ ഈ ധാര തുടർച്ചയായി വറ്റാതെ ഉർവരമായി നിലനിന്നിട്ടുണ്ട്. ഒരു നേരിയ ധാരയാണെങ്കിലും അത് ബുദ്ധി ഉപയോഗിക്കുക, ഉറച്ചുപോയ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംശയത്തോടുകൂടി കാണുക. ഇതാണ് അതിൻ്റെ കമാൻഡ്. അത് തരുന്ന ടെസ്റ്റമെൻ്റ് അതാണ്. ചെറിയതെങ്കിലും ഈ ധാരയാണ് മാനവ രാശിയെ, അതിൻ്റെ സമൂഹത്തെ തന്നെ, നമ്മളെ മുഴുവൻ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് ലോകമെങ്ങും ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ ധാര തന്നെയാണ്. ഇന്ന് ജീവിക്കുക, ഇന്ന് ഇത് എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളതാണ്. തുടർച്ചയായി ഈ സംസ്കാരങ്ങളുടെ ചരിത്രത്തിൽ മുഴുവനും നിലനിന്നിട്ടുള്ളതാണ്. ഈ മാതിരി ചിന്തിക്കുന്ന ആ ചെറിയ ധാരയെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അത് ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഇന്നത്തെ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വസ്തുത നമുക്ക് പ്രധാനമാണ്. എൻലൈറ്റൻമെൻറ്റിൻ്റെയും യുക്തിയുഗത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ പാരമ്പര്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് മിഡിൽ ഏജസ് മടങ്ങി വരികയാണ്. ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട്, എന്നാൽ ശാസ്ത്രം പ്രദാനം ചെയ്ത ടെക്നോളജിയെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ തിരിച്ചുപോക്ക് പ്രാവർത്തികമാകുന്നത്. കോളേജ് ഉപയോഗിച്ചുകൊണ്ട് തത്സമയം വിശ്വാസങ്ങൾ എല്ലാം മടങ്ങി വരികയാണ്. ബോംബും തോക്കും ഉപയോഗിക്കുന്നതോടൊപ്പം ഏറ്റവും പൈശാചികമായ വിധത്തിൽ ഒരു മാനസിക തൃപ്തി കിട്ടാനായിട്ടായിരിക്കാം ഇന്ന് വളരെ ഡയബോളിക്കായിട്ടുള്ള പൈശാചികമായ വിധത്തിലുള്ള കൊലകൾ. കുരിശ് മടങ്ങി വരുന്നു, കുളത്തൂണിൽ സ്റ്റേക്കിൽ കെട്ടിക്കത്തിക്കൽ, ഇതെല്ലാം
വ്യാപകമായ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ഒരു മാനസികമായ ആ പൈശാചികമായ ക്രൂരകൃത്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമായിരിക്കാം അത്. കൈവെട്ടിക്കളയൽ, കല്ലെറിഞ്ഞു കൊല്ലൽ എല്ലാം അടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നമുക്ക് പെട്ടെന്ന് പുതിയ തലമുറ മനസ്സിലാക്കിയത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു പ്രസ്ഥാനമെന്നാണ്. വാസ്തവത്തിൽ രണ്ട് വിധത്തിലുള്ള അടിമത്തങ്ങളായിരുന്നു ഈ പ്രസ്ഥാനം, നമ്മുടെ പ്രസ്ഥാനം നേരിട്ടത്. ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ, അത് ഒരു ചെറിയ ഒരു 200 കൊല്ലത്തെ ഭരണം മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റേത്. അതിലും പഴയത് നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ തന്നെ പഴക്കമുള്ള ചരിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള, അതായത് ചരിത്രം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ അടിമത്തം കൂടി ഉണ്ടായിരുന്നു നമുക്ക്. കൈമാറി കിട്ടിയിട്ടുള്ളതായ വെറുപ്പുകൾ, പ്രജുഡീസസ്, വിശ്വാസം, ദുരാചാരങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥയിലെ ജാതി സമ്പ്രദായം പോലെയുള്ളത്, ഇതെല്ലാം കൂടി ഈ അടിമത്തം ബ്രിട്ടീഷ് ഭരണം ഏൽപ്പിച്ച അടിമത്തത്തെക്കാൾ പഴയതാണെന്നല്ല, അതിനേക്കാൾ വളരെ വ്യാപകമായിരുന്നു. ഇത് രണ്ടിനെയും ഒന്നിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അന്നത്തെ ആളുകൾ വിഭാവന ചെയ്തത്. 47 നമുക്ക് കിട്ടിയത് ഈ ആദ്യത്തേത് മാത്രമായിരുന്നു. അന്ന് നമുക്ക് പറയാം, ഒരു പുതിയ ഭരണ വ്യവസ്ഥയുണ്ടായി, പുതിയ ഗവൺമെൻറ് ഉണ്ടായി, പിന്നീട് ഭരണഘടനയുണ്ടായി ഒക്കെ പറയാം. പക്ഷേ ഈ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം അത് ഏതാണ്ട് നിന്നുപോയി എന്ന് ഞാൻ പറയില്ല, തുടർന്ന് കുറെ കാലം. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു 60-70 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ തോന്നുന്നത് നിന്നു പോകുക മാത്രമല്ല, നമ്മൾ അതിനോട് വളരെ പിന്നിലേക്ക് മടങ്ങിപ്പോയി. അവ വീണ്ടും ആ അവസ്ഥയെ ആദർശവൽക്കരിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ട്രെൻഡ്. ഈ പുതിയ ട്രെൻഡിൻ്റെ ഏറ്റവും ഒരു മർമ്മപ്രധാനമായ ഒന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് യുക്തിവാദികളുടെ നേരെയുള്ള ആക്രമണം. ഇതിനു മുമ്പ് പല ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് യുക്തിവാദികളാണ്. കഴിഞ്ഞൊരു 3-4 സംഭവങ്ങൾ ഇത് പിന്നെയും തുടരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ എഴുതിയ 2 ചെറുകഥകൾ, 2 കഥകളെ പറ്റി ഞാൻ പറയാം. പുരാണങ്ങളിലും മിത്തുകളിലും എല്ലാം ഉള്ള ക്യാരക്ടേഴ്സിനെ തന്നെ പുറത്തെടുത്തു കൊണ്ടുവന്ന് അവരെ പുതിയ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ഈ സമ്പ്രദായത്തെ വിമർശിപ്പിക്കുക. അതായിരുന്നു ഒന്ന് ഞാൻ എഴുതിയ ദ്വീപുകളും തീരങ്ങളും എന്ന ഒരു ചെറിയ കഥ. ഇവിടെ ബലി കഴിക്കപ്പെട്ട മക്കളുടെ അമ്മമാർ, മക്കളാൽ ബലി കഴിക്കപ്പെടുന്ന അമ്മമാർ, ഈ സ്ത്രീകളെ ഒന്നിച്ച് ഞാൻ കൊണ്ടുവരികയാണ് ഒരു സ്ഥലത്ത്. അത് ബൈബിളിൽ സാറ, ഹാഗാർ, പിന്നെ മറിയം തന്നെ, ഇവിടെ പരശുരാമൻ ശിരസ് വെട്ടിയ രേണുക, ഇവരെയെല്ലാം ഒരു നർമ്മദാ തീരത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് അവർ ജീവിച്ചിരുന്ന കാലത്തെ പറ്റി പുതിയതായി ഇപ്പോൾ അതായത് അവർ എല്ലാവരും വരുന്നത് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് വേർപെട്ട് അവരെ പീഡിപ്പിച്ചിരുന്നവരിൽ നിന്ന് കലാപം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നർമ്മദാ തീരത്ത് ഇവർ ഒത്തുചേരുന്നു. നർമ്മദയ്ക്ക് തന്നെ ഒരു മിത്തിക്കൽ ഇതുള്ളത്, നർമ്മദയ്ക്ക് അമ്മയില്ല എന്നുള്ളതാണ്. കൗസല്യ, ഹാഗാർ, സാറ, രേണുക, മറിയം,
ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വിശ്വാസങ്ങളോട് കലഹിച്ച് അവർ മാതൃത്വം എന്ന സങ്കല്പത്തെ വീണ്ടെടുക്കുന്നു, മക്കളെ വീണ്ടെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ മറിയം, ജീസസിൻ്റെ അമ്മ, പറയുന്ന ഒരു സംഗതിയാണ് പറയിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മകൻ ദൈവപുത്രനായിരുന്നില്ല, എൻ്റെ മകൻ മനുഷ്യപുത്രനായിരുന്നു. അതായത് മനുഷ്യൻ്റെ മകനാണ്. നമുക്കൊരു വിശ്വാസമുള്ളത്, ആരെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഒന്നിലോ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സന്ദേശവാഹകനായിരിക്കാം, അല്ലെങ്കിൽ അവതാരം തന്നെയായിരിക്കാം. ഈ സങ്കല്പം തകർക്കുക എന്നതാണ് മറിയത്തിൻ്റെ ഉദ്ദേശം. അതായത് എൻ്റെ മകൻ മനുഷ്യപുത്രനാണ്, നല്ല കാര്യം മനുഷ്യന് ചെയ്യാൻ സാധിക്കും, മനുഷ്യനുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നത്. വേറൊരു കഥയിൽ ഞാൻ ജീസസിനെയും യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഉള്ള ആണികൾ ഉണ്ടാക്കി കൊടുത്ത കരുവാൻ, ഇവരെ രണ്ടുപേരെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിച്ച് കൊണ്ടുവരുന്നു. അവർ തമ്മിൽ സംസാരിപ്പിക്കുന്നു. ഇവിടെ അവസാനം ജീസസ് പറയുന്നത്, ജീസസിന് തന്നെ മുമ്പ് പറഞ്ഞിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ മുമ്പിൽ നടക്കുന്നവനായിരിക്കുമെന്നാണ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ ജീസസ് പറയുന്നത്, ഈ പറഞ്ഞത് എന്നെ പറ്റിയല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. അതായത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ പിന്നാലെ വരുന്നവർ നമ്മളെക്കാൾ മുമ്പിൽ നടക്കുന്നവരായിരിക്കും. അതായത് ഒരു സംഗതിയും, ചരിത്രം എന്നത് അവസാനിക്കുന്നില്ല, സംസ്കാരം എന്നത് ഒരു പോയിന്റിൽ നിന്നു പോകുന്നില്ല, അവസാനത്തെ വാക്ക് എന്നൊന്നില്ല, അവസാനത്തെ തത്വശാസ്ത്രം എന്നൊന്നില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നമുക്ക് ഒരു സംശയം ബാക്കി വയ്ക്കണം. ഒരു വചനം പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കരുത്, ഒരു സംശയം ബാക്കി വയ്ക്കണം. ഈ രണ്ട് സങ്കല്പങ്ങളാണ്, അതായത് മനുഷ്യനിൽ ഉള്ള വിശ്വാസം വീണ്ടെടുക്കുക, രണ്ട് നമ്മൾ ഒന്നിലും പൂർണ്ണമായി അവസാനമായി വിശ്വാസം അർപ്പിക്കരുത് എന്നുള്ളത്. ഇത് രണ്ടുമാണ് ഹ്യൂമനിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെ തന്നെ എന്ന് പറയാം പിന്നിലുള്ള തത്വങ്ങൾ. ഒരു കൊട്ടേഷൻ, അതായത് സംശയം, അത് ആരുടെയാണ്? ഫെയ്ൻമാൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു നല്ല വളരെ റീലാരെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഉദ്ധരിക്കാം. അതുകൊണ്ട് ശാസ്ത്രീയമായ അറിവ് ഇന്ന് നാം പറയുന്നത് തീർച്ചയുടെ പല തലങ്ങളിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു സഞ്ചയമാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് which stand at different levels of knowledge. ചിലതിനെപ്പറ്റി കാര്യമായ നിശ്ചയമൊന്നും ഇല്ലായിരിക്കും നമുക്ക്, ചിലതിനെക്കുറിച്ച് ഏറെക്കുറെ നിശ്ചയമുണ്ടായിരിക്കും, പക്ഷേ മുഴുവനായും തീർച്ചയുള്ളത് ഒന്നും ഇല്ല. ഇതാണ് യുക്തിയുടെ രീതി. ഈ അവസ്ഥയുമായി ജീവിക്കുവാൻ ശീലിച്ചിട്ടുള്ളവരാണ് ശാസ്ത്രജ്ഞന്മാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ കൊട്ടേഷൻ. ഞാൻ പറഞ്ഞ രണ്ട് സംഗതികൾ, ഒന്ന് മനുഷ്യനുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നത്, രണ്ടാമത് ഒന്നിലും നമ്മൾ അവസാനിക്കുന്നില്ല എന്നത്, മുന്നോട്ടുള്ള ഭാവി മുന്നിൽ നീങ്ങിക്കെടുക്കുന്നു എന്നുള്ളത്. നമസ്കാരം.